Oxford Academy. Tuition for SSLC 9th Standard, 10th Regular and Holiday Batches. ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി. നൈറ്റ് ക്ലാസുകൾ, മാത്സ്, ഹിന്ദി, ഇംഗ്ലീഷ് പഠന ക്യാമ്പുകൾ, ലൈബ്രറി സൗകര്യം. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. Oxford Academy. For admission, contact 9995691408. ഹലോ ചങ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനൂഫ്. എടാ മക്കളെ, നമ്മുടെ സോഷ്യൽ സയൻസ് പരീക്ഷ, അതായത് 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് സോഷ്യൽ സയൻസ് പരീക്ഷയാണ് നാളെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രഡിക്ഷൻ വീഡിയോ ചെയ്യുമെന്ന് കുറേ ഹബീബിങ്ങളായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നൊക്കെ വന്നിരിക്കുന്നത് സോഷ്യൽ സയൻസിൻ്റെ പ്രഡിക്ഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷും ഹിന്ദിയും നമ്മുടെ മെയിൻ സബ്ജക്റ്റുകളാണ്. അത് കൃത്യമായിട്ട് നമ്മൾ പ്രഡിക്റ്റ് ചെയ്തു. അതിലൊക്കെ ധാരാളം മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നു. ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. അടുത്ത വർഷം 10ാം ക്ലാസ്സിൽ സെറ്റായിട്ട് നമ്മൾ കൂടെ തന്നെ നിൽക്കണം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഓക്സ്ഫോർഡ് അക്കാദമി, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഓക്സ്ഫോർഡ് അക്കാദമിയിലേക്ക് അഡ്മിഷൻ എടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മണ്ണൂരളവ് ഫാറൂഖ് കോളേജ് സെൻറ്ററുകളിൽ അഡ്മിഷൻ എടുക്കുക. അടുത്ത വർഷം നമുക്ക് പൊളിക്കണം, ഫുൾ A+ തന്നെ മേടിക്കണം 10ാം ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും മക്കളെ, നമ്മുടെ സോഷ്യൽ സയൻസിൽ നാളെ ഞാൻ നിങ്ങൾക്ക് ഒരു 50ഓളം ചോദ്യം ഹിസ്റ്ററിയിൽ നിന്നും ജോഗ്രഫിയിൽ നിന്നും ആയിട്ട്, നമുക്ക് 4 ബുക്കുകളാണ്. ഹിസ്റ്ററി 2 ബുക്ക്, ജോഗ്രഫിയിൽ 2 ബുക്ക് അല്ലേ. അതായത് സോഷ്യൽ സയൻസ് 1, 2. ഇത് ഈ 4 ബുക്കെന്നുമായിട്ട് ടോട്ടൽ ഞാൻ നിങ്ങൾക്ക് ഒരു 50ഓളം ചോദ്യങ്ങൾ തരും. അതങ്ങോട്ട് പഠിച്ച് പോയാൽ മതി മക്കളെ. നാളെ നിങ്ങൾക്ക് ഒരു 60 മാർക്കിൻ്റെ മേലെ ഇതിനുള്ളിൽ നിന്ന് ചോദ്യങ്ങൾ വരും. അതെൻ്റെ ഗ്യാരണ്ടിയാണ്. ഓക്കെ, ഇത്രയും കാലം 10-16 വർഷത്തിന് മേലെയായി എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീച്ചറാണ് നിങ്ങളോട് പറയുന്നത്. ഈ ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് നാളെ പഠിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരു നോട്ട്ബുക്ക് എടുക്കുക, എന്നിട്ട് സാർ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് എഴുതിയെടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ പറയുന്ന പേജ് നമ്പറും ഭാഗങ്ങളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി വെച്ചാലും മതി. ഇവിടെ സ്ക്രീനിൽ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടെക്സ്റ്റാണ് കാണിക്കുന്നത്. മലയാളം മീഡിയക്കാർ പേടിക്കേണ്ട, ഇതിൽ 2 ടെക്സ്റ്റും കൂടി ഒരുമിച്ച് കാണിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും മലയാളം മീഡിയത്തിന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരും ഏതാണ് സംഭവം എന്നുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ അടയാളപ്പെടുത്താം. ഓക്കെ, എന്നാൽ പിന്നെ നമ്മൾ ഡിലേ ആക്കണ്ട, പെട്ടെന്ന് തീർക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ 1ാമത്തെ ചാപ്റ്റർ സെൻറ്റേഴ്സ്, ഇത് മിഡീവൽ വേൾഡ് സെൻറ്റേഴ്സ് ഓഫ് പവർ, അതായത് മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങൾ. ഇതിൽ നിങ്ങൾ ആദ്യം തന്നെ പഠിക്കേണ്ട മക്കളെ, ഇവിടെ നമുക്ക് കോർപ്പസ് ജൂറിസ് സിവിലിസ് എന്ന് പറഞ്ഞൊരു സാധനം കാണാം. നമ്മുടെ കിഴക്കൻ റോമ സാമ്രാജ്യം, ഈസ്റ്റേൺ എംപയർ ഭരിച്ചിരുന്ന ജസീനിയൻ എന്ന രാജാവ് കൊണ്ടുവന്ന ഒരു കോഡ് ഓഫ് ലോ, ഒരു നിയമസംഹിതയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം. ഇതിൽ 3 തരം പുസ്തകങ്ങളുണ്ടായിരുന്നു: കോഡ്, ഡൈജസ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് പഠിക്കുക. അതേപോലെ തന്നെ അതിനകത്തുള്ള ചില പ്രിൻസിപ്പിൾസിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. കോഡ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് റീസണിങ്, ജസ്റ്റിസ് ആൻഡ് ജനറോസിറ്റി, അതായത് യുക്തിചിന്ത, പിന്നെ നീതി, അതേപോലെ ഔദാര്യം. ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കോഡ് ഓഫ് ലോ തയ്യാറാക്കിയിരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം, ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം കേട്ടോ. ഇനി മക്കളെ, നമുക്ക് അടുത്തതായിട്ട് മംഗോൾ എംപയർ അറിയാലോ. ചെങ്കിസ് ഖാന്റെ സാമ്രാജ്യമാണ് മംഗോളിയൻ സാമ്രാജ്യം. ആ മംഗോൾ എംപയറിൽ, മംഗോളിയൻ സാമ്രാജ്യത്തിൽ നമുക്ക് എന്തുണ്ട്? സൈനികരെ കുറിച്ച്, അതായത് മംഗോളിയൻ മിലിറ്ററിയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ കുതിരപ്പുറത്തുള്ള ഒരു സൈനികരാണ് അവർക്കുണ്ടായിരുന്നത് അല്ലേ. അതേപോലെ തന്നെ 10ന്റെ ഗുണിതങ്ങൾ ഈ ഭാഗത്തുണ്ട് കേട്ടോ. പേജ് നമ്പർ പറയുകയാണെങ്കിൽ പേജ് നമ്പർ 16, 16ഓ 15ഓ ആയിരിക്കും. മലയാളം മീഡിയത്തിന് എങ്ങനെയാണെന്ന് കറക്റ്റ് അറിയില്ല. എന്തായാലും ഈ ഒരു ചെങ്കിസ് ഖാന്റെ ഈ ഒരു ഫോട്ടോ നിങ്ങൾ നോക്കിയാൽ മതി. ഫസ്റ്റ് ചാപ്റ്ററിൽ ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാം മംഗോളിയൻ ആർമിയുടെ പ്രത്യേകത കുതിരപ്പടയാളികളായിരുന്നു, 10ന്റെ ഗുണിതങ്ങളായ സൈന്യമായിരുന്നു. അതേപോലെ തന്നെ ഒരു പ്രത്യേക ചാരപ്രവർത്തനമൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു. എസ്പിനേജ്, പ്രത്യേക ചാരന്മാരുടെ സംഘടന ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവർക്ക് ഈ സൈനികർക്ക് തപാൽ സർവീസിന് വേണ്ടി കൊറിയർ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുതിരപ്പുറത്ത് ഉപയോഗിക്കുന്ന ചെറിയ കാനൻസ്, പീരങ്കികൾ ഉപയോഗിച്ചിരുന്നു. ഇങ്ങനെ നിങ്ങളുടെ ഭാഷയിൽ എഴുതിയാൽ മതി. സോഷ്യൽ സയൻസും നിങ്ങൾ കഷ്ടപ്പെട്ട് കാണാതെ പഠിക്കേണ്ട, ഒന്ന് ടോപ്പിക് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതാവുന്നേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു ഉത്തരം അടുത്ത് കൂടി പോയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി ചാപ്റ്ററിന് സാർ പറയുന്ന 3ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മിഡീവൽ അമേരിക്ക, അതായത് മധ്യകാല അമേരിക്കയിലെ പ്രധാനപ്പെട്ട സിവിലൈസേഷൻസ് ആണ്. ഇൻക, മായൻ, അൾടെക്, അതുപോലെ മിസിസിപ്പി, കരീബിയൻ, മഗല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സൗത്ത് അമേരിക്കയിലും നോർത്ത് അമേരിക്കയിലും ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സംസ്കാരങ്ങൾ, സിവിലൈസേഷൻസ് പറയുന്നുണ്ട്. ഒന്ന് പേരുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കണം, ഒന്ന് നോട്ട് ഏതെങ്കിലും വെച്ചേക്കണ്ടി. ഏതെങ്കിലും രീതിയിൽ മാച്ച് ദ ഫോളോയിങ് എങ്ങനെയെങ്കിലും ആയിട്ടൊക്കെ ചോദിച്ചേക്കാം കേട്ടോ. ഓക്കെ, ഇനി ചാപ്റ്ററിന് മറ്റൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം, അതായത് ഫ്യൂഡലിസത്തിന്റെ പതനത്തിന് കാരണമായ കാരണങ്ങളാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ബോക്സിനകത്ത് കുറച്ച് കാരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു 4 പോയിന്റെങ്കിലും നിങ്ങൾ പഠിച്ചേക്കുക. സിമ്പിളാണ്. ഒന്ന്, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കുറഞ്ഞത്, പിന്നെ അതായത് കാർഷിക ഉൽപ്പാദനം കുറഞ്ഞത്, പിന്നെ ഫാമിൻ അതായത് ക്ഷാമം, പിന്നെ പ്ലാഗ്, ബ്ലാക്ക് ഡെത്ത്, പിന്നെ ക്രുസേഡ്സ്, കുരിശു യുദ്ധങ്ങൾ. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു 4 കാരണങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി മക്കളെ, നമ്മുടെ 2ാമത്തെ ചാപ്റ്ററാണ് ദ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഇയറ ഓഫ് എക്സ്ചേഞ്ചസ്, കിഴക്കും പടിഞ്ഞാറും വിനിമയങ്ങളുടെ കാലഘട്ടം എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അത് ആദ്യം തന്നെ മക്കൾ പഠിക്കേണ്ട 2 ട്രേഡ് റൂട്ടുകളാണ്, സിൽക്ക് റൂട്ട്, സ്പൈസ് റൂട്ട്. ഇത് രണ്ടും ഒന്ന് പേര് പഠിച്ചാൽ മതി. മിഡീവൽ പീരീഡിലായിരുന്ന 2 കച്ചവട പാതകൾ കേട്ടോ, മറന്നു പോകരുതേ. അടുത്ത ചോദ്യം ഈ ചാപ്റ്ററിൽ വരാൻ സാധ്യതയുള്ള ഗിൽഡുകളെ കുറിച്ചാണ്. ഗിൽഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ കച്ചവടക്കാരുടെയും തൊഴിലാളികളുടെയൊക്കെ സംഘടനകൾക്കാണ് അല്ലേ, പണ്ടത്തെ തൊഴിലാളി സംഘടനകൾക്കാണ് ഗിൽഡ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഗിൽഡുകളുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഗിൽഡുകളുടെ എയിംസ്, അതായത് ഗിൽഡുകളുടെ ലക്ഷ്യങ്ങൾ ചിലപ്പോൾ ചോദിക്കും. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോസ്റ്റർ മ്യൂച്വൽ ഹെൽപ്പ്, പിന്നെ കോപ്പറേഷൻ, പരസ്പര സഹകരണം വളർത്തിയെടുക്കുക. അതേപോലെ തന്നെ മെയിൻറ്റെയിൻ മൊണോപ്പൊളി ഓഫ് ദ മാർക്കറ്റ്
മാർക്കറ്റുകളുടെ കുത്തക നേടിയെടുക്കുക, അതേപോലെ തന്നെ അറ്റൈൻമെന്റ് ഓഫ് എക്കണോമിക് സ്റ്റെബിലിറ്റി, സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക. ഈ 3 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ 3 മാർക്കാണ്, അതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ അത് കൂടാതെ തന്നെ പിന്നെ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളത് ഗിൽഡുകളുടെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തമാണ് ഈ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രെയിമിംഗ് ലേബർ ലോസ്, നിയമങ്ങൾ രൂപീകരിക്കുക, ഡിവിഷൻ ഓഫ് ലേബർ, അധ്വാന വിഭജനം, പിന്നെ പ്രൈസ് ഫിക്സിംഗ് പ്രൈസസ് എന്നൊക്കെ പറഞ്ഞിട്ട് വില നിർണ്ണയം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പോയിന്റ് ഉണ്ട്. ഒരു 4 പോയിന്റ് പഠിച്ചേക്കാം. ഓക്കെ, അപ്പം ഗിൽഡിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യമൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി മക്കളെ ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഈ ഒരു ബോക്സ്, അതായത് കുറേ എഴുത്തുകാരുടെ പേരും മിഡീവൽ പീരീഡിലെ കുറേ എഴുത്തുകാരുടെ പേരും അവരുടെ പുസ്തകങ്ങളുടെ പേരും കൊടുത്തിട്ടുണ്ട്. ഒമർ ഖയ്യാം, ദറുബായിയാത്ത്, അൽ ഫിർദോസി, ഷാനാമ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ബോക്സ് പഠിച്ചു വെച്ചുകൊണ്ട് ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി മക്കളെ നമ്മുടെ 3ാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, അതായത് ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും ചുമതലകളും എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് 3 കാര്യങ്ങളാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളുള്ളത്, ആമുഖത്തിൽ പറയുന്നത്. ഏതൊക്കെയാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അതായത് മൗലിക അവകാശങ്ങൾ, പിന്നെ നിർദ്ദേശക തത്വങ്ങൾ, പിന്നെ മൗലിക കർത്തവ്യങ്ങൾ. അത് 3 മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് അതിൽ ഇതെന്തായാലും പഠിക്കണം. മൗലിക അവകാശങ്ങൾ, ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന 6 മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സും എന്തായാലും പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കും. ഇതിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിടുക. റൈറ്റ് ഇക്വാലിറ്റി എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഓരോന്നിനും ഇങ്ങനെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഓരോ റൈറ്റിനും അകത്ത് വരുന്ന റൈറ്റ്സുകൾ, പ്രധാനപ്പെട്ട റൈറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ഇക്വാലിറ്റിയിൽ എൻഷുർ ഇക്വാലിറ്റി ബിഫോർ ലോ, പിന്നെ പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസ് ഓഫ് കാസ്റ്റ്, റീജിയൻ, ഇങ്ങനെ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. അതേപോലെ തന്നെ ജാതിയുടെ മതത്തിൻ്റെയും പേരിലൊന്നും എന്ത് പാടില്ല, പ്ലേസ് ഓഫ് ബർത്തിൻ്റെ പേരിലൊന്നും ഡിസ്ക്രിമിനേഷൻ, വിവേചനം പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് റൈറ്റ് ഇക്വാലിറ്റി വരുന്ന കുറച്ച് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ റൈറ്റ് ടു ഫ്രീഡം ആണ് അടുത്തത്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അതിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഒരു എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ഇതിൽ വരുമെന്ത് ഫ്രീഡം, ഒരു എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ചോദ്യം വരും, ഈ ഒരു പോയിന്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും. റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 6 to 14 ഇയേഴ്സ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ കമ്പൾസറി, അതായത് സൗജന്യവും നിർബന്ധവുമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണം. ഈ ഒരു പ്രൊവിഷൻ ഏത് ഫണ്ടമെന്റൽ റൈറ്റ്സിലാണ്, ഏത് മൗലിക അവകാശത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ചെയ്യുന്നത് റൈറ്റ് ടു ഫ്രീഡം എന്നാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ചോദ്യമൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കും. അപ്പോൾ ഈ പോർഷനൊക്കെ ഒന്ന് മക്കൾ എന്ത് ചെയ്യണം, ഒന്ന് വായിച്ചിടണം. എല്ലാത്തിൻ്റെയും ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടാൽ മതി, ഓരോന്നും ഏതിലാണെന്നൊന്ന് മനസ്സിലാക്കാൻ. റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിലൊക്കെ. അപ്പോൾ നിങ്ങൾ മാറിപ്പോകരുത്. ഇവിടെ നിങ്ങൾക്ക് കാണാം എന്താണ് നമ്മുടെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ 6 മുതൽ 14 വരെയുള്ള വിദ്യാഭ്യാസം ഇതിനുള്ളിലാണോ നിങ്ങൾക്ക് തോന്നിപ്പോൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണ്ടേ? എന്നാൽ അതങ്ങനെയല്ല. ഇത് മൈനോറിറ്റിക്ക്, ന്യൂനപക്ഷത്തിന് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു റൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ തന്നെ പറയുന്നുണ്ടോ, ന്യൂനപക്ഷങ്ങളുടെ ഒക്കെ അവരുടെ മൈനോറിറ്റീസിന് അവരുടെ ലാംഗ്വേജ്, സ്ക്രിപ്റ്റ്, കൾച്ചറൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനും അവർക്ക് അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ, സ്ഥാപനങ്ങൾ നടത്താനും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനൊക്കെ ഉള്ള ഒരു അവകാശമാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയേക്കുക. പിന്നെ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ ആത്മാവെന്ന് നമ്മുടെ അംബേദ്കറാണ് ഇത് ഉണ്ടാക്കിയത്, മൂപ്പര് വിശേഷിപ്പിച്ച റൈറ്റ് ആണ്. അപ്പോൾ അത് പ്രകാരമാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഭരണഘടനാ ലംഘനം, കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കോടതിയെ സമീപിക്കണമെങ്കിൽ ഈ റൈറ്റ് പ്രകാരമാണ് സമീപിക്കുക. അങ്ങനെ അത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കോടതികൾ കൊണ്ടുവരുന്ന ഉത്തരവുകളാണ് റിട്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്, റിട്ടുകൾ കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അതൊന്നും അങ്ങനെയാണ് ചോദ്യം വരുന്നത്, ഞാൻ 100% ഉറപ്പറിയില്ല, പക്ഷേ ഓർത്ത് വെക്കുക. ഇനി നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന് മെയിനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഗാന്ധിജിയുടെ ചില നിർദ്ദേശങ്ങൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലേക്ക്, നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 3 മാർക്കിന് ചോദിക്കും. അത് ഏതാണെന്ന്, ഏതൊക്കെയാ? ഓർഗനൈസേഷൻ ഓഫ് ഗ്രാമപഞ്ചായത്ത്, പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ്, പിന്നെ പ്രൊഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് സബ്സ്റ്റൻസസ്, അതായത് ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കുക, കോട്ടേജ് ഇൻഡസ്ട്രികൾ രൂപീകരിക്കുക, പിന്നെ നമ്മുടെ ലഹരി വസ്തുക്കളൊക്കെ വർജിക്കുക. ഇങ്ങനെയുള്ള പോയിന്റുകളുടെ 3 പോയിന്റ് പഠിച്ചുകൊണ്ട് നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പാർട്ട് 4A എന്താണ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾക്ക് ഉൾപ്പെട്ടിരിക്കുന്ന ഏത് പാർട്ടിലാണ്, ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ്, ഭാഗം 3, 4A, ഭാഗം 4. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളും കൂടി ഒന്ന് പഠിക്കുക. 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചിലപ്പോൾ ചോദിച്ചുകൂടായി കേട്ടോ, അതൊന്നും പഠിക്കാൻ വലിയ പണിയൊന്നുമില്ലല്ലോ. ഇനി മക്കളെ 4ാമത്തെ ചാപ്റ്ററാണ് മിഡീവൽ ഇന്ത്യ കൺസെപ്റ്റ് ഓഫ് കിങ്ഷിപ്പ് ആൻഡ് നേച്ചർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അതായത് മധ്യകാല ഇന്ത്യ രാജവാഴ്ചയും ഭരണസങ്കല്പം എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഇതിൽ നമുക്ക് സുൽത്താന്മാരെ കുറിച്ചും മുഗളന്മാരെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മുഗളന്മാർ തന്നെയാണ്. മുഗൾ അഡ്മിനിസ്ട്രേഷൻ്റെ ഫീച്ചർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും നിങ്ങൾ പഠിക്കണം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്ഷിപ്പ്, അതായത് രാജാധികാരം ദൈവദത്തമാണെന്ന് പറയുന്നത്. പിന്നെ തുർക്കിഷ് ട്രഡീഷൻ്റെ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 3-4 പോയിന്റ് ഉണ്ട്. 4 പോയിന്റെങ്കിലും നിങ്ങൾ പഠിക്കണം. മുഗൾ ഭരണത്തിൻ്റെ പ്രാധാന്യം കേട്ടോ. ഓക്കെ, പ്രാധാന്യം എല്ലാവരുടെ അഡ്മിനിസ്ട്രേഷൻ്റെ പ്രത്യേകതകൾ. ഓക്കെ, പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ചോളഭരണത്തെക്കുറിച്ചാണ്. ചോളഭരണത്തിൻ്റെ സഭ എന്ന് പറയുന്നത്, സഭാ സമിതി എന്ന് പറഞ്ഞ 2 സംഭവങ്ങളുണ്ട്. ചോളഭരണത്തിൻ്റെ വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ, ഗ്രാമഭരണത്തിന്. അതിൽ സഭയുടെ ഫീച്ചേഴ്സ്, ചോളഭരണത്തിലെ സഭയുടെ പ്രത്യേകതകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ പോയിന്റുകളാക്കി ടെക്സ്റ്റ് ഉണ്ട്, അതെന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കുക
കേട്ടോ. ഓക്കെ, ഇനി മക്കൾ നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ സൊസൈറ്റി ആൻഡ് എക്കണോമി ഇൻ മിഡീവൽ ഇന്ത്യ, മധ്യകാല ഇന്ത്യ സമ്പത്തും സമൂഹവും, അല്ലെങ്കിൽ സമ്പത്തും സമൂഹവും മധ്യകാല ഇന്ത്യയിൽ നിന്നാണ് 5ാമത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്റർ നമുക്ക് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ, അതായത് ദക്ഷിണേന്ത്യയിൽ ചോളന്മാരുടെ കാലഘട്ടത്തിൽ അഗ്രികൾച്ചറൽ പ്രോഗ്രസ്, കാർഷിക പുരോഗതി നേടിയിരുന്നു. അപ്പോൾ ചോളന്മാരുടെ കാർഷിക പുരോഗതിക്ക് കാരണമായ ഘടകങ്ങൾ, അതല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ ദക്ഷിണേന്ത്യയിലെ അഗ്രികൾച്ചറൽ പ്രോഗ്രസ്, കാർഷിക പുരോഗതിക്ക് കാരണമായ ഘടകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ 4 പോയിന്റാണ് എഴുതേണ്ടത്. ഏതൊക്കെയാ? കാവേരി നദിയിലെ ജലസമൃദ്ധി, അതേപോലെ തന്നെ എന്താണ് കനാലുകൾ, രാജാക്കന്മാർ കനാലുകൾ നിർമ്മിച്ചത്, പിന്നെ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സഭയിൽ ആ സഭയുടെ പ്രവർത്തനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ 4 പോയിന്റ് പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് പഠിക്കണം. ഏതെങ്കിലുമൊക്കെ ഫ്ലോ ചാർട്ട് എന്തായാലും പരീക്ഷയ്ക്ക് ഉണ്ടാവും. ഇത് സംഭവം വേറെ ഒന്നല്ല, മധ്യകാല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 കച്ചവട സംഘങ്ങളുടെ ഫ്ലോ ചാർട്ടാണ്. അന്ന് കോസ്റ്റൽ ട്രേഡിങ്ങും ഇൻലാൻഡ് ട്രേഡും ഉണ്ട്. അതായത് കരമാർഗവും ജലമാർഗവും ഉള്ള കച്ചവടം ഉണ്ടായിരുന്നു. ജലമാർഗം അതായത് കോസ്റ്റൽ ട്രേഡ് ഉണ്ടല്ലോ, സമുദ്ര വാണിജ്യം, അതിനെ കൺട്രോൾ ചെയ്തിരുന്ന മാർവാടികളും ഗുജറാത്തീസും ആയിരുന്നു. എന്നാൽ കരമാർഗമുള്ള ട്രേഡ് മുൾത്താൻസും അതേപോലെ തന്നെ ഖുറാസാനികളായിരുന്നു. അപ്പോൾ ഈ ഫ്ലോ ചാർട്ട് ഒന്ന് മനസ്സിലാക്കിയേക്കാം കേട്ടോ. ഇനി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം. അതായത് ഈ ചാപ്റ്ററും മറ്റേ ചാപ്റ്ററും കണക്ട് ചെയ്തിട്ടാണ് ഈ ചോദ്യം വരിക. അതായത് റൂളേഴ്സ് അഡോപ്റ്റഡ് സെവറൽ മെഷേഴ്സ് ഫോർ ദ പ്രോഗ്രസ് ഓഫ് ട്രേഡ്, കച്ചവട പുരോഗതിക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഭരണാധികാരികൾ ഒരുപാട് സ്റ്റെപ്പുകൾ, ഒരുപാട് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണ്? ഇവിടെ ഞാൻ പറഞ്ഞ എന്താ, റോഡുകൾ നിർമ്മിച്ചു, അതേപോലെ തന്നെ ലോണുകൾ, കച്ചവടക്കാർക്ക് ലോണുകൾ കൊടുത്തു, കവർച്ച, പിന്നെ സരായികൾ നിർമ്മിച്ചു, അതേപോലെ യൂണിഫോം ടാക്സേഷൻ നിർബന്ധമാക്കി, പിന്നെ ഒരുപാട് കോയിനേജ് സിസ്റ്റം നടപ്പിലാക്കി, നേരത്തെ പറഞ്ഞ പോലെ കവർച്ചക്കാരടിച്ചമർത്തി. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു 4 പോയിന്റെങ്കിലും പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അടുത്ത മിഡീവൽ പീരീഡിൽ മധ്യകാല ഇന്ത്യയിലെ കർഷകരുടെ 2 വിഭാഗങ്ങൾ അവിടെ കൊടുത്തിട്ടുള്ളത്, ഖുദ് കഷ്ത അതേപോലെ പാഹി കഷ്ത. അല്ലെ, ഭയങ്കര കഷ്ടപ്പാടാണ്. ഇവിടെ സ്വന്തമായിട്ട് കൃഷിഭൂമിയുള്ള കർഷകരാണ് ഖുദ് കഷ്ത എന്നറിയപ്പെട്ടത്. എന്നാൽ മറ്റുള്ളവരുടെ കണ്ടത്തിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് പാഹി കഷ്ത. അങ്ങനെ 2 സ്വന്തമായി ഭൂമിയുള്ള കർഷകരുണ്ടായിരുന്നു, ഭൂമിയില്ലാത്ത കർഷകരുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫ്ലോ ചാർട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക മക്കളെ. അങ്ങനെ നമ്മൾ ഹിസ്റ്ററിയിലെ ഒരു ബുക്ക് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അതായത് 5 ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കി. സെറ്ററിലെ ഈ 5 ചാപ്റ്ററിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ പഠിക്കണം. അതിൽ തന്നെ ഇപ്പോൾ ഒരു 4-5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. ഇനി നമുക്ക് അടുത്ത സെക്കൻഡ് പാർട്ട്, ഹിസ്റ്ററിയിലെ 2ാമത്തെ പാർട്ട് ബുക്കാണ് നോക്കുന്നത്. അതായത് നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ, ഇന്ത്യ ദ ലാൻഡ് ഓഫ് സിന്തസിസ്, അതായത് സമന്വയത്തിൻ്റെ ഇന്ത്യ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് ഭക്തി മൂവ്മെൻറ്റ്, സൂഫി മൂവ്മെൻറ്റിനെ കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. അതിൽ ആദ്യം തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഭക്തി മൂവ്മെൻറ്റിൽ നിങ്ങൾക്ക് ഇവിടെ 4 പോയിന്റുകൾ കാണാം. അവിടെ കൊടുത്തിട്ടുണ്ട് ഏർലി ഭക്തി ട്രഡീഷൻ്റെ ഫീച്ചേഴ്സ് ഓഫ് ഏർലി ഭക്തി ട്രഡീഷൻ. ആദ്യകാല ഭക്തി പാരമ്പര്യത്തിൻ്റെ പ്രത്യേകത നമ്മി 4 പോയിന്റ് ഉണ്ട്. ഇറ്റ്സ് പ്രൊപ്പഗേറ്റേഴ്സ് വേർ സെയിൻസ് ഹൂ വേർ ഭക്തി പോയറ്റ്സ്. ഇതിൻ്റെ പ്രചാരകർ ഭക്തി കവികൾ എന്നാണ് അറിയപ്പെട്ടത്. പിന്നെ ദേ ചലഞ്ചഡ് ദ കൺസർവേറ്റീവ് ബ്രാഹ്മണിക് ട്രഡീഷൻ, അവർ ബ്രാഹ്മണ പാരമ്പര്യങ്ങളെ വെല്ലുവിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് 4 പോയിന്റ് ഉണ്ട്. അപ്പോൾ ഈ 4 പോയിന്റ് പഠിച്ചു വെച്ചോണ്ടി ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രാധാന്യം ഫീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് എഴുതേണ്ടത് കേട്ടോ. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് വരിക വീരശൈവ മൂവ്മെന്റ്. അറിയാലോ, ബസവണ്ണ എന്ന് പറഞ്ഞ ഒരാളാണ് ഇതെന്ത് ചെയ്തത്, ഇത് ഫോം ചെയ്തത് കർണാടകത്തിലാണ് ഫോം ചെയ്തത്. ലിംഗായത്തുകൾ എന്ന പേരിൽ ഇവർ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക വീരശൈവ മൂവ്മെന്റിന്റെ ഫീച്ചേഴ്സ് ആണ്. ഇവിടെ ഈ ട്രയാങ്കിളിനകത്ത് മലയാളം എഴുത്തിലേക്കൊക്കെ നോക്കിയാലും കാണാം, ട്രയാങ്കിളിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4 പോയിന്റ് പഠിച്ചു വെക്കുക. അപ്ഹെൽഡ് ദ ഡിഗ്നിറ്റി ഓഫ് ലേബർ, അതായത് തൊഴിലിന്റെ മഹത്വം ഉയർത്തിപ്പിടിച്ചു. കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥയെ എതിർത്തു. പിന്നെ ജെൻഡർ ഇക്വാലിറ്റിക്ക് പ്രാധാന്യം നൽകി, സ്ത്രീ പുരുഷ സമത്വത്തിന് പ്രാധാന്യം നൽകി എന്നൊക്കെ 4 പോയിന്റ് പഠിക്കുക. അതൊക്കെ ഈസിയാണ് കേട്ടോ പഠിക്കാൻ, പെട്ടെന്ന് പഠിച്ചു പോവുക. പിന്നെ അടുത്തത് നിങ്ങൾ പഠിക്കേണ്ടത് ഇതാ ഗുരുനാനാക്കിൻ്റെയും കബീർദാസിൻ്റെ. ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കബീർദാസിൻ്റെ ആണ്. ഞാൻ 2 പേരും പഠിക്കാൻ വലിയ വ്യത്യാസമൊന്നുമില്ല. ഗുരുനാനാക്കും കബീർദാസും 2 പേരും ഹിന്ദു മുസ്ലിം ഐക്യത്തിനൊക്കെ വേണ്ടിയിട്ട് പ്രയത്നിച്ച വ്യക്തികളാണ്. പ്രത്യേകിച്ച് കബീർദാസ് ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരേ മണ്ണിൽ നിന്നുണ്ടാക്കിയ പാത്രങ്ങളാണെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അതേപോലെ തന്നെ അദ്ദേഹം പിൽഗ്രിമേജ്, തീർത്ഥാടനത്തെ എതിർത്തു. ഐഡൽ വർഷിപ്പ്, വിഗ്രഹാരാധനയെ എതിർത്തു. ഹോളി റിവേഴ്സ്, പുണ്യനദികളിൽ കുളിക്കുന്ന സ്നാനം ചെയ്യുന്നതിനെ എതിർത്തു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ എതിർത്തിട്ടുണ്ട്. പിന്നെ കാസ്റ്റ് സിസ്റ്റത്തെ എതിർത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള 2-3 പോയിന്റ് കബീർദാസിൻ്റെ പഠിക്കുക. അതേപോലെ തന്നെ ഗുരുനാനാക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ഇതുപോലെ തന്നെ കാസ്റ്റ് സിസ്റ്റത്തൊക്കെയാണ് എതിർത്തത്. യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഷാബാദ് എന്ന പേരിൽ ഒരു പ്രത്യേക പ്രാർത്ഥനാ ഗീതം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ലങ്കർ എന്ന പേരിൽ എല്ലാ ജാതിക്കാർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു അടുക്കള, ഒരു കിച്ചൺ അദ്ദേഹം രൂപീകരിച്ചിരുന്നു. ഈ ഗുരുനാനാക്കിൻ്റെ ആശയങ്ങളാണ് പിന്നീട് എന്തായിട്ട് രൂപീകരിച്ചത്, സിഖ് മതമായിട്ട് രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ സിഖ് മതത്തിൻ്റെ സ്ഥാപകൻ കൂടിയാണ് ഗുരുനാനാക്ക്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചേക്കാം, ഇത്ര പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം ചാപ്റ്ററിന് വരാൻ ചാൻസ് ഉള്ളത് റിസൾട്ട് ഓഫ് ഭക്തി മൂവ്മെന്റ്. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ റിസൾട്ടുകളാണ്. സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഭക്തി പ്രസ്ഥാനം എന്തിനു സഹായിച്ചു? മ്യൂസിക്, അതായത് സംഗീതത്തിനും അതേപോലെ കൾച്ചറൽ ഡെവലപ്മെന്റിനും, മ്യൂസിക് ഡെവലപ്മെന്റ് ഓഫ് കൾച്ചർ ആൻഡ് മ്യൂസിക്, സംഗീതത്തിൻ്റെയും അതേപോലെ തന്നെ സംസ്കാരത്തിൻ്റെയും വളർച്ചയ്ക്ക് സഹായിച്ചു. ഒരുപാട് റീജിയണൽ ലാംഗ്വേജസ്, പ്രാദേശിക ഭാഷകളുടെ ഗ്രോത്തിന്, വളർച്ചയ്ക്ക് സഹായിച്ചു. അതേപോലെ തന്നെ ജെൻഡർ ഇക്വാലിറ്റി, സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടിയിട്ട് സമത്വത്തെ പ്രോത്സാഹിപ്പിച്ചു, പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി. പിന്നെ അതേപോലെ തന്നെ ഓപ്പോസിറ്റ് കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥയെ എതിർത്തു. ഇങ്ങനെയൊക്കെയുള്ള പോയിന്റുകളുണ്ട്. ഈ പോയിന്റുകളൊക്കെ ഇതിലിങ്ങനെയൊക്കെ കാണാം. അതൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഇതിലിങ്ങനെ വായിച്ചു നോക്കിയാൽ അതിൻ്റെ കാണാം. ഈ പറഞ്ഞ 4 പോയിന്റ് പഠിച്ചു വെച്ചാൽ മതി, വേറെ ഒന്നുമില്ല. ഇനി മക്കൾ നമ്മുടെ 7ാമത്തെ ചാപ്റ്ററാണ് കേരള ഫ്രം 8th to 18th സെഞ്ചുറി. അതായത് കേരളം 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ്, കേരളത്തിൻ്റെ ചരിത്രമാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ പഠിക്കേണ്ടത് നമ്മുടെ
പെരുമാൾമാർ, കേരളം ആദ്യം ഭരിച്ചിരുന്ന ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ, കേന്ദ്രീകൃതമായി ഭരിച്ചിരുന്ന രാജാക്കന്മാരാണ് പെരുമാൾക്കന്മാർ. അപ്പോൾ ആ പെരുമാൾ ഭരണത്തിൻ്റെ സവിശേഷതകൾ ചോദിക്കും. 4 പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവർക്ക് കോയിലധികാരികൾ എന്ന പേരിൽ ഒരു പ്രത്യേക ഉദ്യോഗസ്ഥ സംഘം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അവരെ സഹായിക്കാൻ ബ്രാഹ്മണന്മാരുടെ, 4 തളി എന്ന പേരിൽ ബ്രാഹ്മണന്മാരുടെ ഒരു സംഘം ഉണ്ടായിരുന്നു. 1000 എന്ന പേരിൽ ഒരു സൈന്യം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നാട്, നഗര തുടങ്ങിയ ക്ഷേത്രങ്ങൾ ഇവിടുന്നൊക്കെ അവർ ടാക്സ് പിരിച്ചിരുന്നു. 4 പോയിന്റ് ഈസി പോയിന്റാണ്, അത് പഠിച്ചു വെക്കുക. പിന്നെ അതേപോലെ പെരുമാക്കന്മാരുടെ ഭരണത്തിന് ശേഷമാണ് പിന്നെ സ്വരൂപങ്ങൾ രൂപം കൊണ്ട് 4 സ്വരൂപങ്ങളുടെ പേര് ഓർത്ത് വെച്ചേക്കണ്ടി. വേണാട്, അതേപോലെ തന്നെ ഏറനാട്, കൊച്ചി, പിന്നെ മറ്റേ കോളത്തിനാട് എന്ന് പറഞ്ഞ 4 സ്വരൂപങ്ങൾ. ആ സ്വരൂപങ്ങളുടെ യഥാർത്ഥ പേരുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കോല സ്വരൂപം, നെടിയിരുപ്പ് സ്വരൂപം, പെരുമ്പടപ്പ് സ്വരൂപം, തൃപ്പാപ്പൂർ സ്വരൂപം എന്നൊക്കെ ആ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ അതേപോലെ തന്നെ അന്ന് ഈ നാടുവാഴികൾ ഭരിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ 3 തരം ഭൂമികളായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ലാൻഡിൻ്റെ ഓണർഷിപ്പിനെ അടിസ്ഥാനമാക്കിയിട്ട് 3 തരം ഭൂമികളാണ് ഉണ്ടായിരുന്നത്. ചേരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാക്കന്മാരുടെ കൈവശം ഉണ്ടായിരുന്ന ഭൂമി, ബ്രഹ്മസം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്മാരുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമി, ദേവസ്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമി. അതിൽ ഈ ബ്രഹ്മസ്വം ദേവസ്വം ബ്രാഹ്മണന്മാർ തന്നെയാണ് കൺട്രോൾ ചെയ്തത്, ഇവന്മാരല്ലേ പൂജാരികൾ അല്ലേ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇനി മറ്റൊന്ന്, മിഡീവൽ പീരീഡിൽ നമ്മുടെ കേരളത്തിൽ നമ്മുടെയൊക്കെ മൂത്താപ്പന്മാരല്ലേ, നമ്മുടെയൊക്കെ മുത്തശ്ശന്മാർ എന്തൊക്കെ ജോലികളാണ് ചെയ്തിരുന്നതാണ്, കൃഷിക്ക് പുറമെ എന്തൊക്കെ ജോലികൾ ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അന്നത്തെ ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ്, ഓക്കെ, തൊഴിൽ കൂട്ടങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ സംഘങ്ങൾ എന്നൊക്കെ കണ്ടാൽ ഈ ആൻസറാണ് ഇതേണ്ടത്. ഇതിലൊരു 4 പോയിന്റ് ഇതാ. ഒന്ന്, കൃഷിയുമായി ബന്ധപ്പെട്ട കാർഷിക ഉപകരണങ്ങൾ എന്ത് ചെയ്യുക, നിർമ്മിക്കുക. പിന്നെ ഹാൻഡിക്രാഫ്റ്റുകൾ, കൈവേലകളും അതേപോലെ തന്നെ മെറ്റൽ എക്യുപ്മെന്റ്സുകൾ, ലോഹ വസ്തുക്കളൊക്കെ ഉണ്ടാക്കുക. പിന്നെ ട്രേഡ്, കച്ചവടം നടത്തുക. പിന്നെ അതേപോലെ തന്നെ ഓയിൽ പ്രൊഡക്ഷൻ, വീവിങ്, അതായത് നമ്മുടെ എണ്ണ ഉൽപ്പാദനം, നെയ്ത്ത്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. പിന്നെ അതേപോലെ തന്നെ ടെമ്പിൾ റിച്വൽസ്, പൂജാരിമാരൊക്കെ ചെയ്യുന്ന ജോലിയാണ് അല്ലേ, അതായത് പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള ജോലികളാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വെക്കുന്ന ഒരു 4 ജോലി പഠിച്ചു വെക്കുക. ഇനി അടുത്തത് നമ്മുടെ കേരളത്തിൻ്റെ ചാപ്റ്റർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഇത് 3-4 ക്വസ്റ്റ്യൻ ഞാൻ തരുന്നത്. അന്നത്തെ സോഷ്യൽ കൺട്രോൾ, അതായത് അന്നത്തെ സാമൂഹിക നിയന്ത്രണ മാർഗ്ഗങ്ങൾ, അതായത് ഇന്നിപ്പോൾ നമുക്കറിയൊക്കെ കോടതികളിലൂടെ ചെയ്യുന്നത് അല്ലേ, ഇന്നിപ്പോൾ ആരെന്ത് തെറ്റിയതാലും കോടതികളാണ്. പക്ഷെ അന്ന് ചില മര്യാദകൾ ഉണ്ടായിരുന്നു. ദേശമര്യാദ, തൊഴിൽ മര്യാദ, സ്വരൂപ മര്യാദ എന്നൊക്കെ പറഞ്ഞ് ചില മര്യാദകളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അന്നത്തെ ശിക്ഷകൾ എന്ന് പറഞ്ഞാൽ അഗ്നിപരീക്ഷ, സത്യപരീക്ഷ, വിഷപരീക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ശിക്ഷാരീതികളൊക്കെ ഉണ്ട്. അത് ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാലും മനസ്സിലാവും. ആ പറഞ്ഞങ്ങളൊക്കെ ഒന്ന് ചെറിയൊരു പോയിന്റാക്കി പഠിച്ച് വെച്ചുകൊണ്ട് 4 മാർക്കിനോ 6 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കും. താഴ്ന്ന ജാതിക്കാർക്കായിരുന്നു കൂടുതൽ ശിക്ഷ കിട്ടിയിരുന്നത്, ബ്രാഹ്മണന്മാർക്കൊന്നും അങ്ങനെ കാര്യത്തിൽ ശിക്ഷ ഒന്നും കൊടുത്തിരുന്നില്ല കേട്ടോ. പിന്നെ നിങ്ങൾ ഈ പുസ്തകങ്ങളുടെയൊക്കെ പേരുകളൊക്കെ ഒന്ന് പഠിക്കണം. ഉണ്ണുനീലിയ സന്ദേശം, ഉണ്ണായി ചരിതം എന്നൊക്കെ പറഞ്ഞാൽ കുറേ പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ രാമചരിതം, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലെന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതിയ ആൾക്കാരുടെ ചിലപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കും. ഒന്ന് വായിച്ചിട്ടേ കണ്ടി കേട്ടോ. പറ്റുന്നവർ വായിച്ചിടുക, 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഉണ്ടാവുക. അപ്പം പറ്റുന്നവർ വായിച്ചിടുക. ഇത് അവിടെ കൊടുത്ത സംക്ഷേപ വേദാർത്ഥം, അതേപോലെ തന്നെ എന്താ പുത്തൻ പണ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പുസ്തകങ്ങളുടെ പേരുകൾ ഈ കേരളത്തിൻ്റെ ലാസ്റ്റ് പാർട്ടിലുണ്ട്. അതൊന്ന് വായിച്ചിട്ടാൽ നല്ലതാണ്. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് വന്നു കഴിഞ്ഞാൽ എഴുതല്ലോ. ഇനി അടുത്ത് നമ്മുടെ 8ാമത്തെ ചാപ്റ്ററാണ് ഇലക്ഷൻ ആൻഡ് ഡെമോക്രസി. ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് നമ്മുടെ നാടൊക്കെ, ഒരു ലോക്സഭാ ഇലക്ഷനൊക്കെ വരാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിന്ന് വരും. എനിക്ക് തോന്നുന്നു മിക്കവാറും 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് വരാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം, ഇലക്ഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് ഇലക്ഷൻ. ഓക്കെ, ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി. അപ്പോൾ 4 പോയിന്റ് ഉണ്ട്. ഇലക്ഷൻ റിഫ്ലക്ട് ദ ആസ്പിറേഷൻ ഓഫ് ദ പീപ്പിൾ, തെരഞ്ഞെടുപ്പ് ജനാഭിലാഷം പ്രതിഫലിപ്പിക്കുന്നു എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള 4 പോയിന്റ് ഉണ്ട്. 4 പോയിന്റ് പഠിക്കുക. ചിലപ്പോൾ 4 മാർക്കിനൊക്കെ ചോദിച്ചുണ്ടാകില്ല. ഈ ഫ്ലോ ചാർട്ട് പഠിക്കണം. 2 ടൈപ്പ് ഇലക്ഷൻ ഉണ്ട്, ഡയറക്റ്റ് ഇലക്ഷൻ, ഇൻഡയറക്റ്റ്, അതായത് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ്, പരോക്ഷ തെരഞ്ഞെടുപ്പ്. അതിനൊക്കെ എക്സാമ്പിളും ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളുടെ എക്സാമ്പിളാണ്. പിന്നെ നിങ്ങൾ സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം എന്താണെന്ന് പഠിക്കണം. അതായത് രാജ്യത്തെ കുറേ അസംബ്ലികൾ, നിയോജക മണ്ഡലങ്ങളാക്കിയിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലീസ് ആയിട്ട് തരംതിരിക്കുന്നു. അതിൽ ഒരു അസംബ്ലിയിൽ എത്ര പേർക്ക് വേണമെങ്കിലും മത്സരിക്കാം, എന്നാൽ ഒരാളെ ജയിക്കുകയുള്ളൂ. കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന ആളാണ് ജയിക്കുക, കൂടുതൽ ഭൂരിപക്ഷം വോട്ട് കിട്ടുന്ന ആൾ. ഇത്രയേ ഉള്ളൂ. ആ പോയിന്റ് മനസ്സിലാക്കി വെച്ചാൽ ഇവിടെ പോയിന്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതങ്ങോട്ട് നിങ്ങളുടെ ഭാഷയിൽ എഴുതിയാൽ മതി. പിന്നെ ഈ ചാപ്റ്ററിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറഞ്ഞ ഈ ടോപ്പിക്ക്. അതായത് നമ്മുടെ ഇലക്ട്രൽ സിസ്റ്റം, ഇന്ത്യയിലെ ഇലക്ട്രൽ സിസ്റ്റത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് രീതികളെക്കുറിച്ച് എന്തായാലും നിങ്ങൾക്ക് 6 മാർക്കിനോ 4 മാർക്കിനോ ഒരു ചോദ്യം വരും. അപ്പോൾ ആ ചോദ്യം വരുമ്പോൾ നിങ്ങൾ എഴുതേണ്ട ടോപ്പിക്സുകൾ, ഒന്ന് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, അതായത് 18 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും കാസ്റ്റ്, ക്രീഡ്, റീജിയൻ, റിലീജിയൻ, അതായത് ജാതി, മതം, വർഗ്ഗ വ്യത്യാസമില്ലാതെ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം 18 വയസ്സ് കഴിഞ്ഞാൽ. അതാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സുകൾ നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കിയാൽ കിട്ടും. പിന്നെ 2ാമത്തെ ടോപ്പിക്ക്, അങ്ങനെ ഒരു 6 മാർക്കിനൊക്കെ ചോദിച്ചാൽ 2ാമതായിട്ട് നിങ്ങൾ ഇതിൻ്റെ ടോപ്പിക്ക് ദ റൈറ്റ് ടു കോണ്ടസ്റ്റ് ഇൻ ഇലക്ഷൻ, അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശമാണ്. നമുക്കറിയാം ഇന്ത്യയിൽ മത്സരിക്കാൻ ചില ഏജ് ലിമിറ്റുകളൊക്കെ ഉണ്ട്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റിന് 35 വയസ്സ് പൂർത്തിയാവണം. അതേപോലെ രാജ്യസഭയിലേക്ക് 30, ലോക്സഭയിലേക്ക് 25, പിന്നെ MLA ഒക്കെ ആവാൻ, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് 25, പിന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളിലേക്കൊക്കെ 21. ഇതാണ് നമ്മുടെ രീതി. അപ്പോൾ ഈ വയസ്സുകളുടെ പറഞ്ഞിട്ട് എഴുതുക. പിന്നെ 3ാമത്തെ ടോപ്പിക്ക്, 3ാമത്തെ സൈഡ് ഹെഡിങ് ഇതായിരിക്കണം, ഇൻഡിപെൻഡന്റ് ഇലക്ഷൻ കമ്മീഷൻ. നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഇലക്ഷൻ കമ്മീഷനാണ്. അതിനായിട്ടൊരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടായിരിക്കും. അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്ന രാഷ്ട്രപതി, പ്രസിഡന്റാണ്. അതൊക്കെ ഓർത്ത് വെക്കണം. പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളും അദ്ദേഹം നോക്കുക. അതായത് ഡേറ്റ് ഡിക്ലെയർ ചെയ്യുന്നത് മുതൽ, തെരഞ്ഞെടുപ്പ് നടത്തുന്നത് മുതൽ, വോട്ട് എണ്ണുന്നത് മുതൽ, അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ വിജയിയെ പ്രഖ്യാപിക്കുന്നവരുള്ള കംപ്ലീറ്റ് ഡ്യൂട്ടി വരെ ചെയ്യുക. അപ്പോൾ ഇതിലൊരു 4 ഡ്യൂട്ടിയെങ്കിലും പഠിച്ചു വെക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ ആ ടോപ്പിക്കിൽ നിന്ന് പഠിക്കണം. പിന്നെ വേറെ മറ്റു പ്രധാനപ്പെട്ടത് നമ്മുടെ ഇന്ത്യയിൽ, ഇത് ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ്
ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയുന്നത് കേട്ടോ. ഇതിങ്ങനെ തന്നെ നോക്കണം. അൺഡിസൈറബിൾ ടെൻഡൻസീസ് ഓഫ് ഇന്ത്യൻ ഇലക്ട്രൽ സിസ്റ്റം, അതായത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയിലെ അനഭിലഷണീയമായ പ്രവണതകൾ. അതായത് നമ്മുടെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് എന്തുണ്ട്, നെഗറ്റീവ്സുകൾ ഉണ്ട്. ഇന്നും ഒരുപാട് എന്ത് നടക്കുന്നുണ്ട്, ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ, അതായത് തെരഞ്ഞെടുപ്പ് കുളമാക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ന്യൂനതകളാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിനുള്ളതെന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 4 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. 4 പോയിന്റുകൾ ഈ ബോക്സിലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഒന്ന്, ഇൻഫ്ലുവൻസ് ഓഫ് മണി, പണത്തിൻ്റെ സ്വാധീനം. നമ്മുടെ വോട്ടർമാരൊക്കെ കുറേ തെരഞ്ഞെടുപ്പിൽ നേതാക്കന്മാരൊക്കെ പലപ്പോഴും പണം കൊടുത്ത് വാങ്ങാനും പണം കൊടുത്ത് വോട്ട് അങ്ങോട്ടും തിരിമറി നടത്താനൊക്കെ ശ്രമിക്കുന്നുണ്ടല്ലോ, അഴിമതിയൊക്കെ കാണിച്ചിട്ട്. പിന്നെ ഇലക്ഷൻ റിലേറ്റഡ് വയലൻസ്, അതായത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വരുന്ന ആളുകളെ ഉപദ്രവിക്കുക, അതേപോലെ തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥന്മാരെ ഉപദ്രവിക്കുക, പോളിംഗ് ബൂത്തുകൾ ആക്രമിക്കുക, അങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങൾ നടക്കാറുണ്ട് അല്ലേ തെരഞ്ഞെടുപ്പ് കൊളാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇൻഫ്ലുവൻസ് ഓഫ് കാസ്റ്റ് ആൻഡ് റിലീജിയൻ, ഈ ജാതിയും അതൊക്കെ പറഞ്ഞുകൊണ്ട് വോട്ട് നേടുന്ന ചില ചങ്ങന്മാരുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മുടെ തെരഞ്ഞെടുപ്പിന് ശരിയായ രീതിയല്ലല്ലോ. പിന്നെ അതേപോലെ തന്നെ ലാക്ക് ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൻ, സ്ത്രീകളുടെ പ്രാതിനിധ്യക്കുറവ്. നമുക്കറിയാം നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീക്കും പുരുഷനൊക്കെ തുല്യ പ്രാധാന്യമാണെന്ന് പറയുമെങ്കിലും പലപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടത്ര സീറ്റുകളൊന്നും കിട്ടാറില്ല. അപ്പോൾ അതാണ് അടുത്തൊരു പ്രശ്നം. അപ്പോൾ ഈ പോയിന്റുകളൊന്ന് പഠിക്കുക, കഴിയെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുക. എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ എഡിങ്ങെങ്കിലും ഒന്ന് പഠിച്ചേക്കാം, വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസാണ്. പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ധർമ്മങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫംഗ്ഷൻസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. ഓക്കെ, രാഷ്ട്രീയ പാർട്ടികളുടെ ധർമ്മങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കണക്ട് ദ ഗവൺമെൻറ് ആൻഡ് ദ പീപ്പിൾ, ജനങ്ങളെയും ഗവൺമെൻറ്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു, പബ്ലിക് ഒപ്പീനിയൻ സ്വീകരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള 4 പോയിന്റ് എന്തായാലും പഠിച്ചേക്കണം. മിക്കവാറും 4 മാർക്കിനോ 2 മാർക്കിനൊക്കെ ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ വരും, ഈ പോർഷനിൽ ക്വസ്റ്റ്യൻ വരും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ, അതായത് 9ാമത്തെ ചാപ്റ്ററാണ് ടുവാർഡ്സ് ബ്രൈറ്റ് ഫ്യൂച്ചർ, അതായത് നല്ല നാളേക്ക് വേണ്ടി. ചാപ്റ്ററിൽ നിങ്ങൾ ആകെ മെയിനായിട്ട് പഠിക്കേണ്ട രണ്ട് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന്, നമ്മുടെ യൂസ് ഓഫ് ഇൻടോക്സിക്കൻസ്, ലഹരിയുടെ ഉപയോഗം. ഇന്നത്തെ സാഹചര്യത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും കൗമാരക്കാർ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലഹരിയുടെ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന എന്താണ് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സ്മോക്കിംഗ്, ലിക്കർ, അതേപോലെ തന്നെ നാർക്കോട്ടിക്സ്, അതായത് നമ്മുടെ ലഹരി പദാർത്ഥങ്ങൾ, പുകവലി, അതേപോലെ തന്നെ കള്ളുകുടി, ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ എന്താണെന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന് ഇൻടോക്സിക്കൻസ് എന്ന് ഓർത്താൽ മതി, അല്ലെങ്കിൽ ലഹരി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിലിങ്ങനെ പോയിന്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നെന്താ, ഫിസിക്കൽ, മെൻ്റൽ, ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ക്രൈമുകൾ വർദ്ധിക്കും, കുറ്റകൃത്യങ്ങൾ പെരുകും, ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാവും, അതേപോലെ തന്നെ സൂയിസൈഡൽ ടെൻഡൻസിയും ആക്സിഡൻ്റ് ഒക്കെ പെരുകും. അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കിയതാവുന്ന കാര്യങ്ങളുള്ളൂ കേട്ടോ. പിന്നെ ഇതൊന്ന് വരാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, വയലൻസ് അഗെയിൻസ്റ്റ് വുമൻ. ഇന്ത്യയിലെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ സ്ത്രീകൾക്കെതിരെ ഒരുപാട് അക്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇതിലൊരു 3-4 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പഠിക്കുക. അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് വുമൻ, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ. പിന്നെ ഡിനൈൽ ഓഫ് റൈറ്റ്, അവകാശ നിഷേധനം, വിദ്യാഭ്യാസം പോലുള്ളവ നിഷേധിക്കുക. പിന്നെ അതേപോലെ തന്നെ ഒരേ ജോലി ചെയ്യുന്നവർക്ക് വ്യത്യസ്ത കൂലി. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പോയിന്റുകളുണ്ട്. ഒരു 4 പോയിന്റെങ്കിലും പഠിച്ചു വെക്കുക, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ ആണ്, അതായത് ഇൻടോക്സിക്കൻസും പിന്നെ വുമൻസ്, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ. ഈ 2 പോയിന്റാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് മക്കളെ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ എന്തായാലും നിങ്ങൾക്ക് ഉറപ്പാണ് ഹിസ്റ്ററിയിൽ 40 മാർക്കിനാണ് ഹിസ്റ്ററിയിൽ നിന്ന് വരിക. അതിലൊരു 25 മാർക്കിൻ്റെ മേലെ ഉറപ്പാണ് ഇന്നൊക്കെ തന്നിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക, സബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് ഇനി ജോഗ്രഫിയിലേക്ക് കിടക്കാം. ജോഗ്രഫിയിൽ മക്കളെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സൺ ദ അൾട്ടിമേറ്റ് സോഴ്സ്, അതായത് സർവ്വം സൂര്യനാൽ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിനാണ് സാധാരണ 6 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് വരാറില്ല കേട്ടോ. 6 മാർക്കിന് മാത്രമല്ല 6 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ ഒക്കെ ചോദ്യങ്ങളിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. ഇതിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ പഠിക്കേണ്ടത് ആ ബോർഡിൽ കാണുന്ന ഫോംസ് ഓഫ് കണ്ടൻസേഷൻ, ഘനീഭവ രൂപങ്ങളാണ്. നമ്മൾ 4 എണ്ണം ഉണ്ട്, അതായത് ഫ്രോസ്റ്റ്, ക്ലൗഡ്, മിസ്റ്റ്, അതായത് മൂടൽമഞ്ഞ്, ക്ലൗഡ്, അതായത് മേഘങ്ങൾ, പിന്നെ ഡ്യൂ, തുഷാരം, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. ഇതെന്തായാലും പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഡീറ്റെയിൽഡ് ആക്കാൻ പറ്റുമെങ്കിൽ ഇതിനെ താഴെ ഓരോന്ന് ഡീറ്റെയിൽഡ് ആക്കി തന്നെ പഠിക്കുക. ചിലപ്പോൾ 6 മാർക്കിനൊക്കെ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആക്കേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾക്ക് 4 മാർക്കിന് അത് എന്തൊക്കെയാണ്, ഘനീകരണത്തിൻ്റെ വിവിധ രൂപങ്ങൾ എന്തൊക്കെയാണെന്ന് മാത്രം നിങ്ങളോട് ചോദിക്കും, അല്ലെങ്കിൽ ഫോംസ് ഓഫ് കണ്ടൻസേഷൻ. ഇനി അടുത്തായിട്ട് നിങ്ങൾ പഠിക്കേണ്ട 4 ടൈപ്പ് ഫോംസിൻ്റെ അടിസ്ഥാനത്തിൽ 4 ടൈപ്പ് ക്ലൗഡുകളുണ്ട്. അപ്പോൾ ക്ലൗഡിനെ കുറിച്ചൊരു ചോദ്യം വരും. സിറസ്, സ്ട്രാറ്റസ്, ക്യുമുലസ്, നിംബസ്. ആ 4 തരം ക്ലൗഡുകളും അതിൻ്റെ ഷേപ്പുകളും ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ, ഓരോന്നിൻ്റെ ഷേപ്പുകൾ. ഇനി അടുത്തത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് റെയിൻഫാൾ നമുക്കറിയാം 3 ടൈപ്പ് റെയിൻഫാൾ ആണ്. 3ഉം പഠിക്കണം. സാധാരണ 6 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മിക്കവാറും നിങ്ങൾക്ക് നാളെ റെയിൻഫാളിൻ്റെ പ്രതീക്ഷിക്കാം. ഏതൊക്കെയാണ്? ഓറോഗ്രാഫിക് റെയിൻഫാൾ ഉണ്ട്, അതായത് നമ്മുടെ എന്താ പറയുക ശൈലവൃഷ്ടി എന്ന് പറയും. പിന്നെ കൺവെക്ഷണൽ റെയിൻഫാൾ, അതായത് സംവഹന വൃഷ്ടി എന്ന് പറയും. പിന്നെ അതേപോലെ തന്നെ ബോർഡർ റെയിൻഫാൾ, അതായത് തീരദേശ വൃഷ്ടി. 3 റെയിൻഫാളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. 6 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് 2ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം. 2ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മക്കളെ നമ്മുടെ സിഗ്നേച്ചർ ഓഫ് ടൈം, കാലത്തിൻ്റെ കയ്യൊപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അതിൽ ആദ്യം തന്നെ നിങ്ങൾ നമ്മുടെ പ്ലേറ്റ് മാർജിൻസ്, അതായത് 3 തരം പ്ലേറ്റ് മാർജിൻസ് ഉള്ളത്. ഏതൊക്കെയാണ്? ഡൈവേജൻറ്റ്, വിയോജക സീമ, പിന്നെ കൺവേജൻറ്റ്, സംയോജക സീമ, പിന്നെ ട്രാൻസ്ഫോം, അതായത് ഛേദക സീമ. ഈ 3 എണ്ണവും അതിന് ഓരോന്നിനും ഓരോ എക്സാമ്പിളും പഠിക്കുക കേട്ടോ. അതായത് ഓരോന്നിനും ഉണ്ടാകുന്ന ലാൻഡ് ഫോമിന് എക്സാമ്പിളും കൂടി പഠിക്കുക. ഇത് ഓരോന്ന് വായിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ കൺവേജൻ മാർജിൻ, സംയോജക സീമ ആണെങ്കിൽ ഹിമാലയം അല്ലേ, അതായത് നമ്മുടെ 2 ഫലങ്ങൾ കൂട്ടിമുട്ടുമ്പോഴാണ് ഉണ്ടാവുന്നത്. അത് യൂറേഷ്യൻ പ്ലേറ്റ് ഇന്ത്യൻ പ്ലേറ്റും കൂട്ടിമുട്ടാന്നും കൂടി മനസ്സിലാക്കി വെച്ചാൽ അത്രയും നല്ല. ഡൈവേജൻ്റ് ആണെങ്കിൽ നമ്മുടെ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ്, അതായത് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര, 2 ഫലങ്ങൾ തമ്മിൽ അകന്ന് പറയില്ലേ. പിന്നെ ഷിയർ മാർജിനിലാണ് ഇപ്പോൾ പറഞ്ഞ ഫോൾട്ട് സോൺ, നോർത്ത് അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ഫോൾട്ട് സോൺ. ഓക്കെ, സാൻ ആൻഡ്രിയാസ് ഭ്രംശ മേഖല. അപ്പോൾ ഉദാഹരണങ്ങളൊന്ന് പഠിച്ചാൽ നല്ലതാണ്.
ആണ്. പിന്നെ ഈ ഒരു എർത്ത് മൂവ്മെന്റ്സ്, പലതരം എർത്ത് മൂവ്മെന്റ്സിന് രണ്ട് തരമുണ്ട് പ്രധാനമായിട്ടും. എൻഡോജനിക് ഉണ്ട്, എക്സോജനിക് ഉണ്ട്. അതായത് ഉള്ളിൽ നിന്നുള്ളത് പുറമെ നിന്നുള്ള ബാഹ്യ ചലനങ്ങൾ. അതിനുള്ളിൽ നിന്നുള്ള ചലനങ്ങൾ രണ്ട് ടൈപ്പ് ഉണ്ട്. ഡയോസ്ട്രോഫിക്, അതായത് സാവധാനത്തിലുള്ളത്, പിന്നെ സഡൻ, വേഗത്തിലുള്ളത്. സാവധാനത്തിലുള്ളതിന് എക്സാമ്പിളാണ് പ്ലേറ്റ് മൂവ്മെന്റ്സ്, ഫലക ചലനങ്ങൾ. പിന്നെ വേഗത്തിലുള്ളതിന് വോൾക്കാനിക് എറപ്ഷനും എർത്ത് ക്വേക്സും, അതായത് ഭൂകമ്പങ്ങളും അതേപോലെ തന്നെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളും. അപ്പോൾ അത് ആ ഫ്ലോ ചാർട്ട് ഒന്ന് പഠിച്ചുകൊണ്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഭൂകമ്പങ്ങൾ, എർത്ത് ക്വേക്സ് ഉണ്ടാവാനുള്ള പ്രധാന കാരണം പ്ലേറ്റ് മൂവ്മെന്റ്സ് ആണ് നമ്മൾ പറഞ്ഞു. ഈ ഫലകങ്ങൾ തമ്മിൽ മൂവ് ചെയ്യുന്നതാണ്. എന്നാൽ അത് കൂടാതെ ഭൂകമ്പങ്ങൾ ഉണ്ടാവാനുള്ള മറ്റു കാരണങ്ങൾ ചോദിച്ചാൽ 3 മാർക്കിന് ചോദിച്ചാൽ ഇതാണ് ഇടേണ്ടത്. അതായത് കൊളാപ്സ് ഓഫ് ദ റൂഫ്സ് ഓഫ് മൈൻസ്, അതായത് ഖനികളുടെ മേൽക്കൂര ഇടിയുന്നത്, അതേപോലെ തന്നെ റിസർവോയർ, ഡാമുകളുടെ പ്രഷർ, പിന്നെ വോൾക്കാനിക് എറപ്ഷൻ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. അപ്പോൾ അതിൻ്റെ 3 പഠിക്കാം, 3 മാർക്കിനൊക്കെ ചോദിക്കാം കേട്ടോ. പിന്നെ അടുത്ത് നമ്മുടെ വോൾക്കാനോസ് ആണ്, അതായത് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ മനുഷ്യന് ഒരുപാട് യൂസ്ഫുൾ ആണ്, ഉപകാരപ്രദമാണ്. എന്തുകൊണ്ടായിരിക്കും? ഇവിടെ കുറച്ച് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. അഗ്നിപർവ്വതത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ബ്ലാക്ക് സോയിൽ, കറുത്ത മണ്ണ്, പരുത്തി കൃഷിക്ക് അനുയോജ്യമാണ്. നമ്മുടെ ഡെക്കാൻ പ്ലാറ്റ്യൂവിലൊക്കെയാണ് കൂടുതൽ കാണുന്നത്. പിന്നെ അതുപോലെ വോൾക്കാനിക് ആഷ് നല്ലൊരു മാനുവർ, അതായത് വളമാണ്. പിന്നെ അവിടെ ഉണ്ടാകുന്ന ഗീസേഴ്സ്, അതായത് ചൂട് നീരുറവകൾ വളരെ ഒരുപാട് ടൂറിസം ഇതിനൊക്കെ അട്രാക്ഷനൊക്കെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ അവിടെ ഒരുപാട് മിനറൽസ്, അതായത് ധാതുക്കളുടെ കലവറയാണെന്നൊക്കെയുള്ള പോയിന്റുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അതും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അടുത്ത ചാപ്റ്റർ നാഷണൽ ഇൻകം, അതായത് ദേശീയ വരുമാനമാണ് 3ാമത്തെ ചാപ്റ്റർ. പെട്ടെന്ന് പറഞ്ഞു പോവാണ്, ചോദ്യങ്ങൾ മാത്രം മനസ്സിലാക്കി അത് മാത്രം പഠിച്ചാൽ മതി. 3 സെക്ടറുകൾ അറിയാലോ, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയൽ, സർവീസ്. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് ചോദ്യം വരുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ പഠിക്കേണ്ടത് എന്തിനാണ് ഒരു രാജ്യത്തെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സാധാരണ ചോദിക്കുന്നതാണ്. 4 പോയിന്റ് ഉണ്ട്. ടു അസസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഡിഫറെന്റ് സെക്ടേഴ്സ് ഇൻ ദ എക്കണോമി. നേരത്തെ പറഞ്ഞില്ല 3 സെക്ടർ, 3 മേഖലകളെ. ആ 3 മേഖലകളിൽ നിന്ന് ഡിഫറെന്റ് സെക്ടേഴ്സിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ എക്കണോമിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ സ്റ്റഡി ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ എക്കണോമി, രാജ്യത്തിന്റെ എക്കണോമി, സമ്പദ് മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ അറിയാൻ ഇങ്ങനെയുള്ള ഈ 4 പോയിന്റ് ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഇത് ഓരോന്നും എന്താണെന്ന് മാത്രം പഠിച്ചാൽ മതി. GNP എന്താണ്, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഓക്കെ, GNP എന്താണ്, അതേപോലെ തന്നെ GDP എന്താണ്, പിന്നെ NNP എന്താണ്. GDP എന്താണെന്ന് പഠിക്കുക, NNP. ഇതിൽ എക്സാമ്പിൾ കൊടുത്തിട്ട് അതൊന്നും വേണ്ട, എന്താണെന്ന് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അടുത്ത് നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്ന് നാഷണൽ ഇൻകം, ദേശീയ വരുമാനം കണക്കാക്കാനുള്ള 3 രീതികൾ. എന്തൊക്കെ മെത്തേഡുകളിലൂടെയാണ് നാഷണൽ ഇൻകം നമ്മൾ കണക്കാക്കലെന്നാണ്. 3 മെത്തേഡാണ്: പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അതായത് വരുമാന രീതി, ചെലവ് രീതി, ഉൽപ്പന്ന രീതി. ഈ 3 രീതി ഒന്ന് പഠിച്ചേക്കാം. പേരെങ്കിലും പഠിച്ചേക്കാം, ഡീറ്റെയിൽ ആക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. നമ്മുടെ ഇന്ത്യയിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഒന്നാമത് നമ്മുടെ ഇന്ത്യയിലെ പകുതിയിലേറെ ആൾക്കാർക്കും വിദ്യാഭ്യാസം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കണക്കുകളൊന്നും എഴുതി വെക്കാറില്ല. ഇവിടെ വീട്ടിലുള്ള ഹൗസ് വൈഫുകൾ നിർക്കുന്ന പണി നമ്മൾ എഴുതി വെക്കാറില്ല. നമ്മുടെ അടുക്കള തോട്ടങ്ങളിൽ നിർമ്മിക്കുന്ന സാധനങ്ങളുടെ കണക്കുകൾ നമ്മൾ എഴുതി വെക്കാറില്ല. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെ ചിലവാക്കുന്നു നമ്മൾ എഴുതി വെക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പോയിന്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു 4 പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇന്ത്യയിൽ ഈ നാഷണൽ ഇൻകം, ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നല്ലോ കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു 4 പോയിന്റ് പഠിച്ചു വെക്കുക. ഇനി മക്കളെ 4ാമത്തെ ചാപ്റ്ററാണ് ബൈ ദ ഹാൻഡ്സ് ഓഫ് നേച്ചർ, പ്രകൃതിയുടെ കൈകളാൽ എന്നുള്ള ചാപ്റ്റർ. നല്ല രസകരമായ ചാപ്റ്ററാണ്, എളുപ്പം പഠിക്കാൻ പറ്റിയ ചാപ്റ്ററാണ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ പഠിക്കേണ്ടത് അവിടെ ഒരു പിക്ചർ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടാവും. റിവേഴ്സ്, ഒരു നദിയുടെ ഒഴുക്കിനെ സ്വാധീനിക്കുന്ന 4 ഘടകങ്ങൾ. അതായത് നദിയിലെ വെള്ളം കൂടുമ്പോൾ നല്ല സ്പീഡ് ഉണ്ടാവും. പിന്നെ റോക്ക് സ്ട്രക്ചർ, പാറയുടെ ഘടന, ചെരിഞ്ഞ പാറയൊക്കെയാണ് നല്ല സ്പീഡ് ഉണ്ടാവും. പിന്നെ സ്ലോപ്പ്, അതേപോലെ തന്നെ എമൗണ്ട് ഓഫ് സെഡിമെന്റ്സ്, അവസാദങ്ങൾ കൂടുതൽ, സെഡിമെന്റ്സ് കൂടുതലുണ്ട്, നദിയുടെ ഒഴുക്ക് സ്ലോ ആവല്ലോ. അപ്പോൾ ഈ 4 പോയിന്റ് പഠിക്കുക. ഫ്ലോ ചാർട്ടിനെ പഠിച്ചാൽ അത്രയും നല്ല. ചിലപ്പോൾ ഫ്ലോ ചാർട്ട് അടക്കാണ് ചോദിക്കുക കേട്ടോ. ഇനി ഒരു നദിക്ക് 3 കോഴ്സുകളുണ്ട്: അപ്പർ കോഴ്സ്, മിഡിൽ കോഴ്സ്, ലോവർ കോഴ്സ്. അതായത് ഉപരിഘട്ടം, കീഴ്ഘട്ടം, മധ്യഘട്ടം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഈ പിക്ചർ പഠിക്കുക. അതേപോലെ തന്നെ ഓരോ കോഴ്സിലുണ്ടാകുന്ന സാധനങ്ങൾ. ഇപ്പോൾ അപ്പർ കോഴ്സിലാണ് വാട്ടർഫോൾ, വി ഷേപ്പ് വാലി അല്ലേ, അതെ, വെള്ളച്ചാട്ടവും വിരൂപ താഴ്വരയും. മിഡിൽ കോഴ്സിൽ, അതായത് മധ്യഘട്ടത്തിലാണെങ്കിൽ നമ്മുടെ മിയാൻഡേഴ്സ്, ഓക്സ്ബോ തടാകങ്ങൾ. ഇനി ലോവർ കോഴ്സിലാണെങ്കിൽ നമ്മുടെ ഡെപ്പോസിഷൻ ലാൻഡ് ഫോംസ് ആയിട്ടുള്ള ഫ്ലഡ് പ്ലെയിൻസ്, പ്രളയ സമതലങ്ങളും അതേപോലെ ഡെൽറ്റകളും രൂപം കൊള്ളുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഈ പോയിന്റുകൾ മൊത്തം പഠിച്ചുകൊണ്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഒന്നായിട്ടോ ചോദ്യം വരും കേട്ടോ. ഇനി അടുത്ത നിങ്ങൾക്ക് കാസ്റ്റ് ടോപ്പോഗ്രഫി, അതായത് കാസ്റ്റ് ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞാൽ ഭൂഗർഭജലം, ഗ്രൗണ്ട് വാട്ടർ ഉണ്ടാക്കുന്നതാണ്. ലൈംസ്റ്റോൺ കേവ്സ്, അതായത് ചുണ്ണാമ്പ് ശിലകളിൽ വെള്ളം വന്ന് വീണിട്ട് അതിൽ വലിയ ഗുഹകൾ ഉണ്ടാവും. ആ ഗുഹകളിൽ താഴേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതാണ് സ്റ്റാലക്ടൈറ്റ്. അതേപോലെ താഴെ നിന്ന് മേലോട്ട് പോകുന്നതാണ് സ്റ്റാലക്മൈറ്റ്. ഇത് രണ്ടും കൂടി ചേർന്നുണ്ടാകുന്ന തൂണുകളാണ് ലൈംസ്റ്റോൺ പില്ലേഴ്സ്. ഈ പറഞ്ഞ സാധനങ്ങൾക്കൊക്കെ കൂടി നമ്മൾ പറയുന്ന പേരാണ് കാസ്റ്റ് ടോപ്പോഗ്രഫി എന്ന് പറയാം. KRST. അതൊന്ന് ഓർത്ത് വെക്കുക. ചിലപ്പോൾ ചോദിക്കുക എക്സാമ്പിളൊക്കെ ചോദിച്ചാൽ സ്റ്റാലക്ടൈറ്റും സ്റ്റാലക്മൈറ്റ് ഒക്കെ ഇതാ ഉണ്ടാക്കുന്ന ഏജന്റ് ആരെന്ന് വെച്ചാൽ, ജിയോമാർഫിക് ഏജന്റ് ആരെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ അടുത്ത നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് നമ്മുടെ കാറ്റ് കൊണ്ടുവരുന്ന ചില ഭൂരൂപങ്ങളുണ്ട്. ഇതിലൊന്നാണ് ഇത്, കാറ്റുണ്ടാക്കുന്ന ഒരു ലാൻഡ് ഫോമാണ് മഷ്റൂം റോക്ക്, കൂൺശില. അത് പഠിച്ചു വെക്കുക. പിന്നെ നമ്മുടെ ബർക്കെയിൻസ്, അവിടെ മരുഭൂമികളിൽ ഉണ്ടാകുന്ന ചന്ദ്രക്കലയുടെ ഷേപ്പിലുള്ള ഒരു സാൻഡ് ഡ്യൂൺസ്, ഒരു മണൽക്കൂനകളാണ് ബർക്കെയിൻസ്. അതും പഠിച്ചു വെക്കുക. പിന്നെ അതേപോലെ തന്നെ മറ്റേല് നമുക്കറിയാം ഓക്സ്ബോ തടാകങ്ങൾ നദികൾ ഉണ്ടാക്കുന്ന ചന്ദ്രക്കലയുടെ ഷേപ്പുള്ള ഒരു തടാകമാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഓർത്ത് വെക്കണം, ചിലപ്പോൾ അതൊക്കെ മിക്സ് ആയിട്ട് വരും. ഇനി അടുത്ത് മൊറൈൻസ്, അതേപോലെ തന്നെ സിർക്കുകൾ. ഇത് രണ്ടും ഇപ്പോൾ യു ഷേപ്പ്ഡ് വാലി, മൊറൈൻസ്, സിർക്ക്, അതേപോലെ തന്നെ മൊറൈൻസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഹിമാനികൾ, അതായത് ഗ്ലേഷ്യേഴ്സ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ ലാൻഡ് ഫോംസ് ഒക്കെ പഠിച്ചു വെച്ചാൽ മിക്കവാറും ഇതിനുള്ളിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം.
ഇനി അടുത്ത ഓഷൻ ആൻഡ് മാൻ, വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ജോഗ്രഫിയിലെ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സലൈനിറ്റിയെ കുറിച്ചാണ്. അതായത് നമ്മുടെ ഓഷ്യനിൽ, സമുദ്രത്തിൽ സലൈനിറ്റി, അതായത് ഉപ്പ് എല്ലായിടത്തും, ലവണത്വം എല്ലായിടത്തും ഒരുപോലെയല്ല. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെ വെച്ചാൽ അവിടെ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മഴ കിട്ടുന്ന സ്ഥലത്ത് ഉപ്പ് കുറവായിരിക്കും. ലാൻഡ് ലോക്ക്ഡ് സീ, കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കടലുള്ള പ്രദേശങ്ങളിൽ ഉപ്പ് കൂടുതലായിരിക്കും. ഇവോപ്പറേഷൻ, ബാഷ്പീകരണം കൂടുതലുള്ള സ്ഥലത്ത് ഉപ്പ് കൂടുതലായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നദികൾ കൂടുതൽ, റിവർ മൗത്ത്, നദികൾ വന്ന് ചേരുന്ന ഭാഗങ്ങളിൽ ഉപ്പ് കുറവായിരിക്കും. അങ്ങനെയുള്ള പോയിന്റൊക്കെ ഉണ്ട്. ഒരു 4 പോയിന്റ് പഠിക്കുക. സലിനിറ്റി വേരിഡ് ആവാനുള്ള ഫാക്ടേഴ്സ് കേട്ടോ, ഓർത്തുവെക്കണം. ലവണത്വത്തിൽ ഉണ്ടാകുന്ന വേരിയേഷൻ്റെ കാരണങ്ങൾ. അടുത്ത സീ സോർജസ്, അതായത് കടൽക്ഷോഭങ്ങൾ എന്ന് പറയും. കടലിലെ തിരമാലകൾ ശക്തമാകുമ്പോൾ കടലിലെ തീരങ്ങളിലെ കടലാക്രമണം. അപ്പോൾ ഈ കടൽക്ഷോഭങ്ങൾ അല്ലെങ്കിൽ കടലാക്രമണം തടയാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവിടെ എന്താണ് ബോൾഡേഴ്സ്, അതായത് കടൽ ഭിത്തികൾ കെട്ടുക, അതേപോലെ തന്നെ പുലിമൂട്ടുകൾ നിർമ്മിക്കുക, അതേപോലെ തന്നെ എന്താണ് പ്ലാന്റിംഗ് മാംഗ്രോവ്സ്, കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുവിധം നമുക്ക് കടലാക്രമണങ്ങളെ രക്ഷപ്പെടാം. അത് ചോദിക്കും കേട്ടോ. ഇനി മറ്റൊന്നാണ് വേരിയേറ്റങ്ങൾ. ടൈഡ്സ് 2 തരം ടൈഡ്സ് ഉണ്ട്. അതായത് ഹൈറ്റൈഡ് ആയിട്ടുള്ള, അതായത് ഉയർന്ന വേരിയേറ്റങ്ങളെയാണ് നമ്മൾ സ്പ്രിംഗ് ടൈഡ് എന്ന് പറയുക, വാവു വേലി. മറ്റൊന്ന് നീപ് ടൈഡാണ്, സപ്തമി വേലി. അതായത് സൂര്യനും ചന്ദ്രനും അതേപോലെ തന്നെ ഭൂമിയും നേർരേഖയിൽ ഡയറക്റ്റ് ദിശയിൽ വരുമ്പോഴാണ് നമുക്ക് ഹൈ ടൈഡ് ഉണ്ടാവുക. എല്ലാത്തിൻ്റെയും കൂടി ആകർഷണം കൂടും അല്ലേ. അതാണ് നമ്മൾ വാവു വേലി അല്ലെങ്കിൽ സ്പ്രിംഗ് ടൈഡ് എന്ന് പറയാം. എന്നാൽ സൂര്യനും ചന്ദ്രനും 90 ഡിഗ്രി ആംഗിളാണ് അട്രാക്ട് ചെയ്യുന്നതെങ്കിൽ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, സപ്തമി വേലിയെ നീപ് ടൈഡ്. അതെന്താണെന്നൊക്കെ ചിത്രം നോക്കിയിട്ട് ഇവിടെ കണ്ടോ, ഒരേ രേഖയിലാണെങ്കിൽ വാവു വേലി. ഈ ചിത്രമൊക്കെ ചിലപ്പോൾ തരുന്നവരെ ചോദിക്കട്ടോ. ഇതാണ് നമ്മുടെ സ്പ്രിംഗ് ടൈഡ്. ഇനി 90 ഡിഗ്രി ആംഗിളിൽ വരെ ഇങ്ങനെ ഉണ്ടാ, 90 ഡിഗ്രി ആംഗിളാണ് അട്രാക്ട് ചെയ്യുന്നതെങ്കിൽ അതാണ് ഇത് സപ്തമി വേലിയിലെ നീപ് ടൈഡ്. അത് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി അടുത്തത് ടൈഡ്സ്, അതായത് വേലികളെ കൊണ്ട് മനുഷ്യന് എന്തെങ്കിലുമൊക്കെ പ്രയോജനങ്ങൾ ഉണ്ടല്ലോ അല്ലേ. വേലികൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തീരപ്രദേശത്തെ ശുചീകരിക്കാൻ സഹായിക്കുന്നുണ്ട്. ഉപ്പളങ്ങൾ, സാൾട്ട് പാനിൽ വെള്ളം നിറയാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ കാറ്റമറൻസ് എന്ന് പറയും, അതായത് നമ്മുടെ കെട്ടുവള്ളങ്ങളിലൊക്കെ ഇതില്ലാത്ത എഞ്ചിനില്ലാത്ത തോണികളിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫിഷർമാനൊക്കെ യാത്ര ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ടൈഡ്സ് നമുക്ക് കറണ്ട് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. ഒരു 4 പോയിന്റ് പഠിച്ചാൽ മതി കേട്ടോ. പിന്നെ ഈ ഒരു ഇത് പഠിക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ കറൻസ്, ഓഷൻ കറൻസ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഓഷൻ കറൻസ് എങ്കിലും പഠിക്കുക. ഗൾഫ് സ്ട്രീം, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതെങ്കിലും ഒന്ന് പഠിക്കുക. അതിൽ ഹോട്ട് സ്പ്രിംഗ്, വാം കറണ്ട്, ഉഷ്ണജലപ്രവാഹം ഏതാണ്, ശീതജലപ്രവാഹം ഏതാണെന്നൊക്കെ സെപ്പറേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. ഇനി ലാസ്റ്റത്തെ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓഷ്യൻസ് നമുക്കുണ്ടാക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നില്ല. ഒന്ന് ക്ലൈമറ്റ്, ഇങ്ങനെ ഷോർട്ടായിട്ട് പഠിച്ചാൽ മതി. പിന്നെ മിനറൽ ഡെപ്പോസിറ്റ്സ്, ഒരുപാട് ധാതുക്കൾ നമുക്ക് നൽകുന്നുണ്ട്. പിന്നെ പവർ ജനറേഷൻ, നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫുഡ് അല്ലേ, ഒരുപാട് ഓഷ്യൻസിൽ നമുക്ക് മത്സ്യങ്ങളൊക്കെ കിട്ടുന്നത് അല്ലേ, ഫുഡിനെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഡ്രിങ്കിങ് വാട്ടർ. അപ്പോൾ ഇതിവിടെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ചിലപ്പോൾ ഇത് മാത്രം ക്വസ്റ്റ്യൻ വരും. ഓഷ്യൻസിൽ 2 രീതിയിൽ നമുക്ക് ശുദ്ധജലം വേർതിരിച്ചെടുക്കാം. ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സെപ്പറേറ്റിംഗ് ഫ്രം ബ്രാക്കിഷ് വാട്ടർ, അതായത് ഉപ്പുവെള്ളത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡാണ്. ഒന്ന് കണ്ടൻസേഷൻ എന്ന് പറയും, അതായത് നമ്മുടെ സ്വേദനം എന്ന് പറയും. അടുത്തത് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയും, ഇലക്ട്രോഡയാലിസിസ് എന്നൊക്കെ പറയും, അതായത് വൈദ്യുത വിശ്ലേഷണം. അപ്പം ഈ പറഞ്ഞിട്ടുള്ള 2 മെത്തേഡും എന്താണെന്നൊന്ന് ഈ പിക്ചർ ഒന്ന് നോക്കിയിട്ട് ഇത് മൊത്തം ഒന്ന് പഠിച്ചു വെക്കണം, നല്ലതാണ് കേട്ടോ. ഇനി അതുകൂടാതെ ഓഷ്യൻസിൻ്റെ ചില ധർമ്മങ്ങൾ ഇവിടെ വേറെയും കൊടുത്തിട്ടുണ്ട്. കുറേ എന്താണ് നമുക്ക് ടൂറിസം, അതേപോലെ തന്നെ എന്താണ് ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, ഇങ്ങനെയുള്ള പല കാര്യത്തിനും നമുക്ക് എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ, ഇതിനൊക്കെ നമുക്ക് ഓഷ്യൻസിനെ പ്രയോജനപ്പെടുത്താം. അപ്പോൾ ഓഷ്യൻസിൻ്റെ മൊത്തം മനുഷ്യന് ചെയ്യുന്ന യൂസിങ് അല്ലെങ്കിൽ ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാക്കി എഴുതാവുന്ന കാര്യമുള്ളൂ അല്ലേ. ഇനി മക്കൾ 6ാമത്തെ ചാപ്റ്റർ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇതെന്താണെന്നൊന്നും ഡീറ്റെയിൽ ആക്കുന്നില്ല, ടൈം വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളിതിൽ ആദ്യം തന്നെ പഠിക്കേണ്ടത് ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് കണക്കാക്കുന്നതിന്, സാമ്പത്തിക വികസനം കണക്കാക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഡെവലപ്മെൻറ്റ് ഇൻഡീസസ്, വികസന സൂചികൾ ഏതൊക്കെയാണ്. 4 സൂചികകളുണ്ട്. ഒന്ന് പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനം. പിന്നെ ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ്, അതായത് ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, അതായത് മാനവശേഷി സൂചിക. പിന്നെ ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ്, മാനവ സന്തോഷ സൂചിക. ഇനി അതിൽ ഓരോന്നിലും നിങ്ങൾ പഠിക്കേണ്ടത് ഈ പ്രതിശീർഷ വരുമാനത്തിൻ്റെ ലിമിറ്റേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രതിശീർഷ വരുമാനം ഉപയോഗിച്ച് നമ്മൾ സെർട്ടൻ ലിമിറ്റേഷൻസ് കൊടുത്തിട്ടുണ്ട്, പരിമിതികൾ. പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം ഉപയോഗിച്ചുകൊണ്ട് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 3-4 പോയിന്റ്. അതിൽ 2 പോയിന്റ് നിങ്ങൾ പഠിച്ചേക്കാം. എക്സാമ്പിൾ ഒന്നും പഠിക്കേണ്ട, 2 പോയിന്റ് മാത്രം. പിന്നെ ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ്, ഭൗതിക ജീവിത ഗുണനിലവാര സൂചികയിൽ എന്തെല്ലാം ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് നമ്മൾ ഒരു രാജ്യത്തിൻ്റെ വികസനം നോക്കുന്നത്. 3 ഫാക്ടേഴ്സാണ്. ലൈഫ് എക്സ്പെക്ടൻസി, പ്രതീക്ഷിത ആയുർദൈർഘ്യം. പിന്നെ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശുമരണ നിരക്ക്. പിന്നെ ബേസിക് ലിറ്ററസി, അടിസ്ഥാന സാക്ഷരത. ഇത് 3 നോക്കിയിട്ടാണ് നമ്മളിവിടെ വികസനം നോക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള HDA, മാനവ വികസന സൂചിക. അത് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 3 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെയും പരിഗണിക്കുന്നത്. അതായത് കണ്ടോ, പെർ ക്യാപിറ്റ ഇൻകം, ലിറ്ററസി ആൻഡ് ഗ്രോസ് എൻറോൾമെൻറ്റ് റേറ്റ്, ലൈഫ് എക്സ്പെക്ടൻസി, അതായത് പ്രതിശീർഷ വരുമാനം, സാക്ഷരതയും മൊത്തം സ്കൂൾ പ്രവേശന നിരക്കും, പിന്നെ പ്രതീക്ഷിത ആയുർദൈർഘ്യം. ഈ 3 ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ വികസനം കണക്കാക്കുന്നത്. അപ്പം ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചോദിക്കും. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു രാജ്യത്തിൻ്റെ വികസനത്തിൽ വിദ്യാഭ്യാസത്തിനുള്ള പങ്ക്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം എങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിത നിലവാരം ഉയർത്തുന്നതെന്നോ അങ്ങനെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് കാരണമാകുന്നതൊക്കെ ചോദ്യം ചോദിച്ചാൽ ഈ പോയിന്റ് 4 പോയിന്റാണ് നിങ്ങൾ എഴുതേണ്ടത്. എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അവസാനം ആളുകളുടെ ജീവിത നിലവാരം ഉയരുന്നൊക്കെ ഉള്ളത്. ആ പോയിന്റുകളൊന്ന് പഠിച്ചു വെക്കുക, വെരി
ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മറ്റൊന്ന് നമ്മുടെ വികസനം ഡെവലപ്മെൻറ്റ് നേരിടുന്ന പ്രധാനപ്പെട്ട ഇനീക്വാലിറ്റീസ്, അതായത് അസമത്വങ്ങളാണ് നമ്മുടെ രാജ്യത്തെ ഡെവലപ്മെൻറ്റ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. 3 തരം ഇനീക്വാലിറ്റീസ് ആണ്. ഏതൊക്കെയാണ്? എക്കണോമിക് ഇനീക്വാലിറ്റി, ഇനീക്വാലിറ്റി ഇൻ ഇൻകം, അതേപോലെ റീജിയണൽ ഇനീക്വാലിറ്റി. സാമ്പത്തിക അസമത്വം, വരുമാനത്തിലെ അസമത്വം, അതേപോലെ തന്നെ പ്രാദേശിക അസമത്വം. ഈ 3 അസമത്വങ്ങളുടെ പേര് പഠിക്കുക. അസമത്വം അല്ലെങ്കിൽ ഇനീക്വാലിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ വന്നാൽ അത് ആൻസർ ചെയ്താൽ ഓക്കെ. പിന്നെ അടുത്ത് ലാസ്റ്റ് പഠിക്കുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന വികസനമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അപ്പോൾ ആ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ നമ്മൾ പഠിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം സുസ്ഥിര വികസനത്തിന് 3 ലക്ഷ്യങ്ങൾ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് 3 ഗോൾസ് ഉണ്ട്. എൻവയോൺമെന്റൽ ഗോൾസ്, എക്കണോമിക് ഗോൾസ്, സോഷ്യൽ ഗോൾസ്. 3 മാർക്കിന് ചോദിക്കും, അത് പഠിച്ചു വെക്കുക ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഈ ഇതിനെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് എതിരായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കും. ഒന്നെന്താ? റിക്ലമേഷൻ ഓഫ് പാഡി ഫീൽഡ്സ്, അതായത് വയലുകൾ നികത്തുക. നമ്മൾ പരിസ്ഥിതിക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ആക്ഷനും ഇതാ. പിന്നെ പെസ്റ്റിസൈഡ്സ്, രാസവളങ്ങൾ, രാസകീടനാശിനികൾ ഉപയോഗിക്കുക. പിന്നെ അതേപോലെ തന്നെ ക്ലീൻ വാട്ടർ വേസ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ കുന്നിടിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ, മരങ്ങൾ വെട്ടുക, ഇതൊക്കെ ഇതിനെതിരായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അത് ഓർത്ത് വെച്ചോണ്ടിയ. ഇനി അടുത്ത 7ാമത്തെ ചാപ്റ്ററാണ് ഫോർ സേഫർ ഫ്യൂച്ചർ, അതായത് നമ്മുടെ നല്ല നാളേക്കായി. ഈ ചാപ്റ്റർ വളരെ സിമ്പിളാണ്. ഒരൊറ്റ പേജ് പഠിച്ചാൽ മതി. എവിടെ പോയി ആ പേജ്? എൻ്റെ മക്കളെ, നിങ്ങൾക്ക് 111ാമത്തെ പേജ് ഈ ഒരൊറ്റ പേജിൽ ഈ പാഠം സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിക്കേണ്ട, ഏറ്റവും കൂടുതൽ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള ഈ ജനറൽ മെഷേഴ്സ് ആണ്. അതായത് ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ, പ്രകൃതി ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പൊതുവായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഓരോന്നുണ്ടായാലും ഓരോന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അത് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ നമ്മൾ വീടിനകത്തിരിക്കണം, ഭൂകമ്പം ഉണ്ടാകുമ്പോൾ വീടിന് പുറത്തേക്ക് പോകണം, വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇന്ന കാര്യം ചെയ്യണം എന്നൊക്കെ നമ്മളിവിടെ പറയുന്നുണ്ട്. പക്ഷേ പൊതുവായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മെഡിക്കൽ എയ്ഡ് കൊടുക്കണം ഓക്കെ. മെഡിക്കൽ എയ്ഡ് തേടണം. പിന്നെ അതേപോലെ തന്നെ ഒരിക്കലും റൂമേഴ്സ്, പല ആൾക്കാരും പലതും പറയും, അതൊന്നും വിശ്വസിക്കരുത്. പിന്നെ അതേപോലെ തന്നെ എന്താണ്, നമ്മുടെ അത്യാവശ്യം വേണ്ട ഡോക്യുമെൻറ്റുകൾ, സർട്ടിഫിക്കറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ കയ്യിൽ വെക്കണം. പിന്നെ അതേപോലെ തന്നെ തിളപ്പിച്ച വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ മെഡിസിൻസ്, മരുന്നുകൾ, ആവശ്യം വേണ്ട മരുന്നുകളൊക്കെ കയ്യിൽ വെക്കണം. അല്ലെങ്കിൽ ചിലപ്പം വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോയ ആൾ ലാസ്റ്റ് ചിലപ്പോൾ ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായിട്ടാവും തീരൽ അല്ലേ. അപ്പോൾ മരുന്നുകളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ മരുന്നൊക്കെ കഴിക്കണം. അപ്പോൾ അതാണ് ആ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത്. ആ കാര്യങ്ങളൊന്ന് പഠിച്ചേക്കുക. ഇനി ലാസ്റ്റ് ചാപ്റ്ററാണ് മക്കളെ പോപ്പുലേഷൻ മൈഗ്രേഷൻ ആൻഡ് സെറ്റിൽമെൻറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഈ ചാപ്റ്ററിന്, അതായത് നമ്മുടെ ജനസംഖ്യ, കുടിയേറ്റം എന്നൊക്കെയുള്ള ചാപ്റ്റർ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത്, ആ ചാപ്റ്ററിൽ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഒരു രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ ഗ്രോത്ത്, അതായത് ജനസംഖ്യ വളർച്ചയിലെല്ലാം ജനസംഖ്യയിൽ മാറ്റം വരുന്ന 3 ഘടകങ്ങൾ. ഒന്ന് ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, മൈഗ്രേഷൻ, അതായത് ജനനനിരക്ക്, മരണനിരക്ക്, കുടിയേറ്റം. ഈ 3 കാര്യങ്ങൾ പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ മൈഗ്രേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പ്രാവശ്യം ചോദിക്കുന്നതാണ് മൈഗ്രേഷൻ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ഫ്ലോ ചാർട്ട് എന്തായാലും നിങ്ങൾ പഠിക്കണം. മൈഗ്രേഷൻ എന്താണെന്ന് പഠിക്കണം. വിവിധ തരത്തിലുള്ള കുടിയേറ്റങ്ങളൊക്കെ പഠിക്കണം. പിന്നെ അതുകൂടാതെ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കുടിയേറ്റത്തിൻ്റെ ഫലങ്ങൾ ഓക്കെ. അപ്പോൾ കുടിയേറ്റത്തിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം കുറേ ഫലങ്ങൾ ഇതാ ഉണ്ടോ. എഫക്ട്സ് ഓഫ് മൈഗ്രേഷൻ, കുടിയേറ്റത്തിൻ്റെ ഫലങ്ങൾ ഉണ്ട്. ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു 3 ദോഷങ്ങളും 3 ഗുണങ്ങളും പഠിച്ചോ. എത്ര മാർക്കിനാണ് ചോദിക്കാമെന്ന് പറയാൻ പറ്റില്ല. ഇനി കൂടുതൽ പഠിക്കാൻ പറ്റുന്നവർക്ക് കൂടുതൽ പഠിക്കാം ഓക്കെ. കുടിയേറ്റത്തിൻ്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ അതും പഠിച്ചേക്കാം. എന്താണ് കുടിയേറ്റം എന്നുള്ളതും പഠിച്ചേക്കാം ഓക്കെ. ചാപ്റ്ററിന് സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ വിവിധ തരത്തിലുള്ള സെറ്റിൽമെൻറ്റ് ഉണ്ട്. ആകാശത്ത് നോക്കുമ്പോൾ നമ്മൾ ലീനിയർ പാറ്റേൺ, സർക്കുലർ, വൃത്താകൃതിയുള്ള മാതൃക, രേഖീയ മാതൃക, നക്ഷത്ര മാതൃക, സ്റ്റാർ പാറ്റേൺ. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയേക്കുക. പിന്നെ അതേപോലെ തന്നെ റൂറൽ സെറ്റിൽമെൻറ്റും അർബൻ സെറ്റിൽമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം, നഗരവാസ സ്ഥലങ്ങളും ഗ്രാമവാസ സ്ഥലങ്ങളും തമ്മിലുള്ള വ്യത്യാസം കൂടി ഒന്ന് പഠിക്കുക. പിന്നെ അർബനൈസേഷൻ ലാസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാം. പ്രോബ്ലംസ് ഫേസ് ബൈ അർബൻ സെൻറ്റേഴ്സ്, നഗരങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്ലംസ്, ട്രാഫിക് പ്രോബ്ലം, പൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നഗരങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അതുകൂടി ഒന്ന് മനസ്സിലാക്കിയ കേട്ടോ. ലാസ്റ്റ് ആയിട്ട് ഒരു ചാപ്റ്ററും കൂടി ഉണ്ട്. ഞാൻ 8 ചാപ്റ്ററുകളൊന്നും വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. എക്കണോമിക് സിസ്റ്റംസ് ആൻഡ് എക്കണോമിക് പോളിസീസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 9ാമത്തെ ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ നമുക്ക് 3 എക്കണോമികളാണ് പ്രധാനമായിട്ടും. ക്യാപിറ്റലിസ്റ്റ്, സോഷ്യലിസ്റ്റ്, മിക്സ്ഡ്, അതായത് മുതലാളിത്തം, സോഷ്യലിസ്റ്റ്, പിന്നെ മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇതിൽ ഓരോന്നിനും പോയിന്റുകൾ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ഒരു 4 പോയിന്റ് വീതം പഠിച്ചുകൊണ്ട് ക്യാപിറ്റലിസ്റ്റ്, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ 4 പ്രത്യേകത, അതേപോലെ തന്നെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ 4 പ്രത്യേകത, പിന്നെ അതേപോലെ തന്നെ മിശ്ര സമ്പദ് വ്യവസ്ഥ അഥവാ മിക്സ്ഡ് എക്കണോമിയുടെ 4 പോയിന്റ്. ഇത് എന്തായാലും ഒന്ന് പഠിച്ചേക്കുക. പിന്നെ നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് ആർഗ്യുമെന്റ്സ് ഫോർ അഗൈൻസ്റ്റ് ആൻഡ് ന്യൂ എക്കണോമിക് പോളിസീസ്, അതായത് ന്യൂ എക്കണോമിക് പോളിസി നമ്മുടെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കുറച്ച് ആർഗ്യുമെന്റുകളുണ്ട്. ഒരു 3 എണ്ണം ഇവിടെയും പഠിക്കാം. 3 ഗുണങ്ങളും 3 ദോഷങ്ങളും ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മക്കളെ നാളെ നിങ്ങൾക്ക് ഉറപ്പാണ് ഒരു 50-നും 60-നും ഇടയിൽ മാർക്ക് ഷുവറാണ്. അത് ഇക്കന്നെ ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ഇത് പഠിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓക്സ്ഫോർഡ് അക്കാദമിയിൽ ചേരാനുള്ളവർ വന്നിട്ട് ചേരുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ, അല്ലെങ്കിൽ നമുക്ക് ഇനി 10ാം ക്ലാസ്സിലെങ്കിലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.